ഞാൻ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ലോകത്തിൽ എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റണം. എനിക്ക് ജന്മം തന്ന അമ്മയോ അതിന് കാരണക്കാരനായ എൻ്റെ അച്ഛനെയോ, ഞാൻ ജന്മം കൊടുത്ത എൻ്റെ കുഞ്ഞിനെ, ഞാൻ ആരെ എനിക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ വിശ്വസിക്കും? ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അല്ല ശരിക്കും ഐ ലവ് യു ആണോ ചോദിക്കില്ലേ? നമുക്ക് നമ്മൾ മാത്രമേ കൂട്ടുണ്ടാവുള്ളൂ എന്നും. അത് ആ ആളിനെ എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതായത് കുറച്ചൊരു അല്ല ഇത് ഇത് റോളിംഗ് തന്നെയാ. ഒന്നുകൂടെ പോ അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. ഓക്കെ അണ്ടാ കറക്റ്റ് ആയിട്ട് വന്നില്ലേ? ഒന്നുകൂടെ അല്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ടില്ല, പ്രിയങ്കയ്ക്ക് വേണ്ടിട്ട് ഇത് ഇതേപോലെ ഞങ്ങൾ ഉപയോഗിക്കും. വേണ്ട വേണം വേണ്ട ഇത് ഇതേപോലെ. ഇതിന്റെ പ്രമോ ഇങ്ങനെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു. പോവാണോ? റോളിംഗ്. അയ്യോ വീണ്ടും റോളാണോ? നോട്ട് റോൾ. കൾട്ട് മൂവിയായിരുന്നു ആ സമയത്ത്. കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള സിനിമ വരുമല്ലോ, ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ആദ്യം തന്നെ ഇട്ട് കാണിക്കുന്ന പടം എന്ന് പറയുന്നത് ആവാരം പൂവാ, ഭരതൻ സാറിന്റെ. ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ സത്യമായിട്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയി. അപ്പൊ ആ സോങ് ശ്രദ്ധിച്ചാൽ അറിയാം, പലയിടത്തും ഇങ്ങനെ അവളിങ്ങനെ അടിക്കുന്നതും ഒക്കെ അവളുടെ ഒരു ഇന്നസെൻസും ഒക്കെ, അവളുടെ ആ കുറുമ്പും കുട്ടി. അപ്പൊ ആദ്യത്തെ കുറേ പോർഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ആ സാധനം, അത് ഫേസിൽ ആ ഇന്നസെൻസിനോട് ചേർന്നിട്ടുള്ള കുട്ടിക്കളിയൊക്കെ അത് രസകരമായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ എല്ലാം മാക്സിമം ഉപയോഗിക്കാൻ നോക്കി. അത് ഗോദരേഷുമാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്, ഗുജറാത്ത് റൈറ്റ് ആണ്. അത് ഇത്തരത്തിലുള്ള ഒരു സിനിമ ഇപ്പോൾ സാധ്യമാവില്ല. നിന്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കരയുമെന്ന് പറയുമ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ കരച്ചിൽ തമാശയ്ക്ക് കരഞ്ഞ് പിന്നെ അത് ഒരു ഒച്ചത്തിലുള്ള ഒരു കരച്ചിലേക്ക് പോയിട്ട് അവസാനം അവള് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആവില്ലായിരുന്നു, ഞാനിങ്ങനെ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുന്നിടത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഭയങ്കര, നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ആ ഒരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എൻ്റെ അച്ഛൻ ഈ ഇടയ്ക്കാൻ മരിച്ചത്, അത് കഴിഞ്ഞാൽ ഞാൻ ഈ ഗതി കെട്ട പണിക്ക് ഇറങ്ങി. രാമ എന്താണ് സംഭവം ഒരുക്കി വെച്ചിരിക്കുന്നത്? ജിത്തോട്ടിന്റെ ഇന്റർവ്യൂ കൊടുക്കും അടുത്ത ദിവസം. അത് ഹീസ് ദ റൈറ്റ് പേഴ്സൺ എന്ന് പറയാൻ ഞാനല്ല, എനിക്കത് പറയാനുള്ള നമ്മുടെ കടമയാണ്. ഒരു റൈറ്റ് പ്രേക്ഷകരെ പ്രിയങ്ക പറയുന്നില്ല. പ്രിയങ്ക നായരാണ് നമുക്കിപ്പോൾ. ഹായ് പ്രിയങ്ക. നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് സംസാരിക്കണം, കാണണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അത് മുന്നോട്ട് പോയി, നല്ലതിനാണെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും മാറി മാറി പോകുമ്പോഴത്തേക്കാളും പോസിറ്റീവായിട്ട് എടുക്കാൻ. എന്നിട്ടാണ് ഈ പനി വന്നത്. അല്ലെങ്കിൽ ഒത്തിരി വർത്താനം പറയും, കുറച്ചല്ലേ വർത്താനം പറയും. ഞാൻ ശരിക്കും ഇന്ന് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ പ്രിയങ്ക നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, സിനിമയെ കുറിച്ച് അത്യാവശ്യം വിശകലനമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് പ്രിയങ്ക സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കാന്ന്. അല്ല, അങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന ആളല്ലേ താങ്കൾ? അപ്പൊ താങ്കൾ ഒത്തിരി സംസാരിക്കാൻ, ഞാൻ കുറച്ച് എന്റെ എല്ലാവർക്കും അറിയാം ഞാൻ സംസാരിക്കില്ല, ഞാൻ പതിയെ തുടങ്ങി കൊടുത്തിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, അപ്പൊ ഇത് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ശരി, ഓക്കെ. തോറ്റ് വെയിലിൽ കാണുന്ന സമയത്ത് തന്നെ അതിന്റെ പാട്ട് റിലീസാവുമ്പോൾ ആവർത്തിച്ച് കാണുന്ന പാട്ട് അന്ന് തന്നെ മനസ്സിൽ കയറിയ ഒരാളാണ് പ്രിയങ്ക. കാരണം അതിന്റെ ശരിക്കും ഇന്റൻസീവ് ആയിട്ടുള്ളൊരു റൊമാൻസ് കാണിക്കുമ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന ആ സിനിമാ പരിസരത്തിൽ ആ പാട്ടൊരു വ്യത്യസ്തമായിരുന്നു. അപ്പം അതിനകത്ത് പല കാര്യങ്ങൾ കാണിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ പടം നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ തേടിപ്പിടിച്ച് കാണേണ്ട സിനിമകളിലൊന്നായിട്ട് നമ്മൾ പാട്ടിറങ്ങുമ്പോൾ തന്നെ വിചാരിച്ചതാ. കൾട്ട് മൂവിയായിരുന്നു ആ സമയത്ത്. കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള സിനിമ വരുമല്ലോ, ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. അത് ശരിക്കും അതൊരു കൾട്ട് മൂവി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും. ജി.വി. പ്രകാശിന്റെ തുടക്കമാണ്. അതെ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടമാണ്. ആദ്യത്തെ പടം. 19 വയസ്സ്. പ്രിയങ്കയ്ക്ക് എത്ര വയസ്സായിരുന്നു? 1920 ആ ഒരു സമയം തന്നെയാണ്. അപ്പൊ അത് ആദ്യം ചോദിക്കാം, 20 വയസ്സുകാരി അങ്ങനെ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള റൊമാൻസിനെ എങ്ങനെയാണ് ഇങ്ങനെ സ്ക്രീനിൽ ഇത്രയും നല്ലതായിട്ട് ഫലപ്രദമായി കൊണ്ടുവന്നെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് എൻ്റെ ഡയറക്ടർ വസന്ത ബാലൻ സാർ തന്നെയായിരുന്നു. ഞാൻ ഓർമ്മകൾ ഇങ്ങനെ ഒത്തിരി വർഷം ഒത്തിരി പിന്നോട്ട് പോവാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓഡീഷന് വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ അഴകപ്പ സാറായിരുന്നു എൻ്റെ ക്യാമറമാൻ. അപ്പോൾ എൻ്റെ പോർഷൻ അഴപ്പ് സാറാണ് എൻ്റെ പേര് അവിടെ സജസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ പോർഷനൊക്കെ മുഴുവൻ ഷൂട്ട് ചെയ്തത് അഴപ്പ് സാറായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോകുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ഇട്ട് കാണിക്കുന്ന പടം എന്ന് പറയുന്നത് ആവാരം പൂവാ, ഭരതൻ സാറിന്റെ. ഞാൻ അത് കണ്ടിട്ടുണ്ട്, ആ പാട്ട് ഒക്കെ. സ്വാമി കിട്ടണ അടുക്കും മല്ലി, ആ പാട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ
ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ സത്യമായിട്ട് ഞാൻ ശരിക്കും പേടിച്ചുപോയി. അപ്പോൾ അയ്യോ ഇതുപോലൊക്കെ ചെയ്യണോ എന്നുള്ളത് മനസ്സിലേക്കുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ കഥ കേട്ടപ്പോഴും ഈ പാട്ട് കേട്ടപ്പോഴും എനിക്ക് പടവും പാട്ടും എനിക്ക് വിടാൻ തോന്നുന്നില്ല. ഇത് എങ്ങനെയെങ്കിലും ചെയ്യണം. പിന്നെ അദ്ദേഹം കഥയൊക്കെ പറഞ്ഞു, 1-2 സീൻസൊക്കെ ചെയ്തു നോക്കി, അവർക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് വിളിച്ചു. പിന്നെ ഞാൻ ആ സിനിമയിലേക്ക് ചെല്ലുന്നുണ്ട്. ചെന്നതിന് ശേഷം നമ്മൾ ആദ്യം സോങ്ങാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എന്നെ ഒരു കംഫർട്ട് സോണിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഒത്തിരി എഫേർട്ട് എടുത്തു. അത് എടുത്തു പറയേണ്ട ഒരു പേര് പശുപതി സാറാണ്. ഒത്തിരി ഞാൻ അദ്ദേഹത്തിൻ്റെ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ കണ്ടിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. പക്ഷേ എന്നെ അവിടെ ശരിക്കും ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്നെ വളരെയധികം കംഫർട്ടബിൾ ആക്കി. വസന്തബാലൻ സാറിനെ പറ്റി പറയണമെങ്കിൽ അദ്ദേഹം ശരിക്കും അഭിനയിച്ച് കാണിക്കും. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള അപൂർവം ഡയറക്ടേഴ്സിൽ ഒരാളാണ്. അങ്ങനെ അതെങ്ങനെയാണെന്നറിയോ, ഒരു കുഞ്ഞ് സീക്വൻസ് ആയിരിക്കും, അത് സോങ്ങിൻ്റെ ആണെങ്കിലും നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ അത് ഓരോ ഇമോഷനും ഇങ്ങനെ അഭിനയിച്ച് കാണിക്കും. എൻ്റെ മീറ്റർ ഉൾപ്പെടെ കാണിക്കും. അപ്പോൾ ഇപ്പോൾ ഡയലോഗ്സ് ആണെങ്കിൽ ആ മോഡുലേഷൻ നമ്മൾ എടുക്കണം. ആ ഇൻറ്റൻസ്, ആ ഒരു ഇമോഷൻ എന്നാണോ അതിൻ്റെ ഇൻറ്റൻസ് ഏത് ലെവലാണെന്നുള്ളത് എടുക്കണം. എക്സ്പ്രഷൻ എടുക്കരുത്. അത് കട്ട് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം. അതാണ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം അതിൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ അവിടേക്ക് ഞാനിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനത് ആലോചിക്കുമ്പോൾ എൻ്റെ കംഫർട്ട് സോണിൽ ഞാൻ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ട്രിക്ക് അതിൽ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരുപാട് ഇറോട്ടിക്കായിട്ട് പോവാതെ, അപ്പോൾ എനിക്ക് അത്രയും ലെവലിൽ എന്നെക്കൊണ്ട് പോകാനും പറ്റുന്നില്ല, എനിക്ക് അത്രയും ഒന്നും ചിന്തിക്കാനും പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ, അവളുടെ ഒരു കുട്ടിത്തം ഉണ്ടാവുമല്ലോ, ഈ പ്രണയിക്കുന്ന 2 പേർക്കിടയിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് നമ്മളെപ്പോഴും കുട്ടിയാവുമല്ലോ. അപ്പോൾ ആ സോങ് ശ്രദ്ധിച്ചാൽ അറിയാം, പലയിടത്തും അവളിങ്ങനെ അടിക്കുന്നതും ഒക്കെ അവളുടെ ഒരു ഇന്നസെൻസും ഒക്കെ, അവളുടെ ആ കുറുമ്പും കുട്ടിത്തം. അപ്പോൾ ആദ്യത്തെ കുറേ പോർഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ആ സാധനം, അത് ഫേസിൽ ആ ഇന്നസെൻസിനോട് ചേർന്നിട്ടുള്ള ആ കുട്ടിക്കളിയൊക്കെ അത് രസകരമായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ എല്ലാം മാക്സിമം ഉപയോഗിക്കാൻ നോക്കി. കണ്ണ് നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം വരും, എന്നിട്ട് പറയും അധികം മേക്കപ്പ് ഒന്നുമില്ല, മേക്കപ്പ് ഒത്തിരി ഡൗൺ ആക്കുക ചെയ്യുന്നത്, ടോൺ കുറച്ച് ഡൗൺ ആക്കുക. എന്നിട്ട് പറയും മസ്കാര നിറയെ ഇട്ട് കൊടുക്കാൻ പറയും. അതായത് തിക്ക് ലാഷസ് വേണം, കണ്ണ് നന്നായിട്ട് എഴുതുക എന്ന് പറയും. അപ്പം കണ്ണാണ് ശരിക്കും എപ്പോഴും ആ എക്സ്പ്രഷനാണ്. കണ്ണ് ഒത്തിരി അവർ ഫോക്കസ് ചെയ്തിട്ടാണ് ഓരോ ഷോട്ടും പോയത്. അത് ആ ഒരു ടീം തന്നെയാണ്, വസന്തബാലൻ സാറ് തന്നെയാണ്. പിന്നെ പശുപതി എന്ന് പറയുന്ന അത്രയും ഒരു ലെജൻഡ് അദ്ദേഹം. ഇപ്പുറത്ത് നമ്മൾ നിൽക്കുന്ന ഒരു ആക്ടർ നമ്മളെ അത്രയും സപ്പോർട്ടീവായിട്ടും ആ രീതിയിൽ നമ്മളടുത്ത് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട് എപ്പോഴും ബെസ്റ്റായിട്ടേ വരുള്ളൂ. ഓ അടിപൊളി. ഈ സിനിമ പാരഡൈസുമായിട്ടുള്ള ഇത് പിന്നീടാണോ മനസ്സിലായത്? എനിക്ക് ആദ്യം കഥ കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ പോർഷൻ അല്ലേ പറയുന്നുള്ളൂ. ഇത് ശരിക്കും നമ്മൾ വെയിൽ കാണുമ്പോഴത്തേക്ക് അറിയാം, ഒരു 1, 2, 3 എന്ന തനി കഥകളായിട്ടാണ്, ഇവരുടെ ഒരു തനി എപ്പിസോഡാണ്. പിന്നെ അതിനുശേഷമാണല്ലോ അവർ നാട്ടിൽ പോണത്, പുള്ളിയുടെ ചൈൽഡ്ഹുഡ്. ഞാൻ സിനിമ കാണുമ്പോഴത്തേക്കാണ് എനിക്ക് ആ തിയേറ്റർ പോർഷനൊക്കെ എനിക്കത് കാണുമ്പോഴത്തേക്ക് സിനിമ പാരഡൈസോ പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെയാണ്. പിന്നെ ഒരുപാട് പേര് അതിനെ പറ്റിയിട്ട് ആ കാലഘട്ടത്തിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതും ഒക്കെയാണ്. വെയിലിൻ്റെ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് വലിയ ഹൈപ്പാണ്. കുറച്ച് തമിഴ് സിനിമകൾ തുടർന്ന് ചെയ്യുന്നു, 3-4 സിനിമ ചെയ്തതിന് ശേഷം പിന്നീട് മലയാളത്തിലേക്ക് വരുന്നുണ്ട്. മലയാളത്തിൽ ഒരു ഇറ എന്ന് പറയുന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടത് ടി വി ചന്ദ്രൻ സാർ. അത് അന്നത്തെ കാലഘട്ടത്തിൽ അത്തരം സിനിമകൾ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് റിസ്കി എലമെന്റ് ആണ്. തിയേറ്ററിൽ എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ലാത്ത സിനിമകളാണ്. അന്നും ഈ ആർട്ട് വേർതിരിവുണ്ടായിരുന്നു. ഇന്ന് പക്ഷെ ആ ബാരിയേഴ്സ് കുറെ കൂടെ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ വിലാപങ്ങൾക്കപ്പുറം ഒക്കെ ചെയ്യുമ്പോൾ അതും പൊളിറ്റിക്സ് സംസാരിക്കാം, അത് ഭയങ്കര റിസ്ക് ഉള്ള ഏരിയ ആയിരുന്നു. വിലാപങ്ങൾക്കപ്പുറം കാണുമ്പോൾ ഞങ്ങൾക്ക് ടി വി ചന്ദ്രനോടും ടീമിനോടും അത് ഗോദ്രേഷു ആണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്, ഗുജറാത്ത് റൈറ്റ് ആണ് അത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ശരിക്കും ചിന്തിക്കാറുണ്ട്, അത്തരത്തിലുള്ള ഒരു സിനിമ ഇപ്പോൾ സാധ്യമാവില്ല. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു പക്ഷേ ഞാൻ അന്ന് പെർഫോം ചെയ്തിരുന്ന ആ കഥാപാത്രമൊക്കെ ഈ ഒരു സമയത്തായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് പ്രേക്ഷകരിലേക്ക് അത് എത്തുമായിരുന്നു. അപ്പം ഞാൻ ചെയ്തിരുന്ന അത്തരം കഥാപാത്രങ്ങൾ സിനിമകളും ചെയ്തത് കണ്ടിട്ടുള്ള പ്രേക്ഷകർ എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ചന്ദ്രൻ സാറിൻ്റെ ആ കഥാപാത്രമൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും
ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഒത്തിരി ലേയേഴ്സ് ഉണ്ട് ആ ക്യാരക്ടറിനെന്ന് പറയുമ്പോഴത്തേക്ക്. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും റിസ്കി ആയിട്ടുള്ള ഷൂട്ടായിരുന്നു. നിങ്ങൾ ശരിക്കും ഗുജറാത്തിൽ പോയിട്ട് ഷൂട്ട് ചെയ്തു? നമ്മൾ ഗുജറാത്തിൽ ഷൂട്ട് ചെയ്തു, അഹമ്മദാബാദിൽ ഷൂട്ട് ചെയ്തു. അഹമ്മദാബാദ്, കാലിക്കറ്റ്, വയനാട് ഒക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിൽ ഇവള് ഈ സൈക്കിൾ ഓടിച്ച് പോകുന്നില്ല, അതായത് ഇവളുടെ +2 പഠിക്കുന്ന കാലഘട്ടം, അവളുടെ പഴയ കാലഘട്ടമൊക്കെ കാണിക്കുന്നതും അവിടെ നിന്ന് ഓടി വരുന്നത് വരെ നമ്മൾ അഹമ്മദാബാദാണ് കാണിക്കുന്നത്. അപ്പം ആ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പണ്ട് എപ്പോഴും ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊണ്ട് സാറും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പോൾ ചെറിയ പ്രശ്നത്തിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ സമയത്ത് ഇതാണ് പ്രശ്നം എന്നുള്ളത് നമ്മളങ്ങോട്ട് വലുതായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാതെയാണ് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഈ പ്രശ്നമാണ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് എന്താണ് ഇതിൻ്റെ ഇടയിൽ പ്രശ്നം നടന്നതെന്ന് അറിയത്തില്ല. ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവിടുത്തെ ഒരു ഗുണ്ടാ ടീമോ എന്തോ, അവിടുത്തെ ലോക്കൽ ടീം എന്തോ ഇത് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതെന്ന് അറിഞ്ഞിട്ടാണോ, എനിക്കത് ക്ലിയർ അല്ല കേട്ടോ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമായപ്പോൾ ആ ഇൻസിഡൻറ്റ് ഞാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അന്ന് മാഗസിനിലാണ് നമ്മൾ, ഇതാണ് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പെട്രോൾ പമ്പാണ്. അപ്പോൾ ഒരു ലോറിയിൽ ഇവളിങ്ങനെ കയറി വലിഞ്ഞ് കയറി ബാക്കിലിരിക്കുന്ന പോലെയാണ്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആൾക്കാർ വരുന്നു, വലിയ ബഹളമൊക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് സാറോ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ലോറിയിൽ കയറിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ലോറിയിൽ വലിഞ്ഞ് കയറി ബാക്ക് സൈഡല്ല, ഞാൻ ആ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ ഉണ്ടായിരുന്നു, അവിടെ വന്നിട്ട് ഇങ്ങനെ കിടന്നു. അപ്പോൾ ഇവർ എന്നിട്ട് ചെക്ക് ചെയ്യണം അവരെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണം. എന്നിട്ട് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മുടെ ഫിലിം എടുത്തുകൊണ്ട് പോയോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ ചെക്ക് ചെയ്തു, ഫുള്ള് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. ഞാൻ ശ്വാസം വിടാതെ അവിടെ ഇരുന്നു. ആ രാത്രി മുഴുവൻ ആ വണ്ടിക്കകത്തായിരുന്നു. എന്നിട്ട് ശരിക്കും ഒരു മലയാളി ആയിട്ടുള്ള ഒരു ഡ്രൈവറായിരുന്നു ഓടിച്ചിരുന്നത് ആ ലോറി. എന്നിട്ട് ഇവിടുന്ന് അവിടെ കൂട്ടത്തിലുള്ള ഒരു ലോറി എടുത്തിട്ട് മുന്നോട്ട് പോയി. എനിക്ക് ഒരു പരിചയമില്ലാത്ത, നമ്മുടെ കൂട്ടത്തിൽ ഒരാളും ഇല്ല, ഒരു ലോറിയുടെ ഒരു ബാക്കിൽ, ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ ഞാൻ അവിടെ ഒളിഞ്ഞിരുന്നിട്ടാണ് കുറേ ദൂരം അങ്ങോട്ട്, ഒരുപാട് ദൂരം മാറിയിട്ടാണ് ഈ ലോറിയോട് ഇട്ടേക്കണം. അറിയില്ല അന്ന് അവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു മുന്നോട്ട്, അതൊന്നും നമുക്കറിയത്തില്ല. അപ്പം ആ ഒരു ദിവസം നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിയൊരു ദിവസമായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തൊരു പടമായിരുന്നു വിലാപങ്ങൾക്കപ്പുറം. ഈ ഭൂമി മലയാളം, പെങ്ങളില, അതിലൊക്കെ പെങ്ങളിലുണ്ടായിരുന്നു 3 സിനിമ ചെയ്തു സാറിന്റെ കൂടെ. അതെ. അപ്പോ ഈ ടി വി ചന്ദ്രൻ പടങ്ങളിൽ അങ്ങനെ സ്ഥിരമായിട്ട് വരിക എന്ന് പറയുന്നത് ഒരു അവാർഡ് കിട്ടും പോലെയാണ്. കാരണം അങ്ങനെ അങ്ങ് കാസ്റ്റ് ചെയ്യില്ല. അപ്പൊ സാറ് പറയും ഏറ്റവും കൂടുതൽ എന്റെ സിനിമയില് ഒരു ഹീറോയിൻ അഭിനയിച്ചിരിക്കണത് ഞാനാ പറയും. അത് തന്നെ, ആവർത്തിക്കപ്പെടുക എന്ന് പറയുന്നതും വലിയ പാടാണ്. അങ്ങനെയുള്ള ഒരു ഡയറക്ടർ അല്ല ആക്ച്വലി. പിന്നെ ചില സബ് ക്യാരക്ടേഴ്സ് ഒക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. സാറിന്റെ ഒരു ടീമായിട്ട് തന്നെ പലപ്പോഴും ഇതിന്റെ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പലരും ഞാൻ പലപ്പോഴും ചന്ദ്രൻ സാറിന്റെ കൂടെ അവിടെ സാമ്പത്തികമല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രിവിലേജ് ആണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്ന 2 കാര്യം, ഒന്ന് വെയിൽ, പിന്നെ ഒന്ന് TV ചന്ദ്രൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം ആഡ് ഓൺ ആണ്, ഇങ്ങനെ വന്ന് ചേർന്നാണ്. മൈൽ സ്റ്റോൺ എന്ന് പറയില്ലേ, ഇത് 2 കാര്യങ്ങളാണ്. ആദ്യം എസ് പിക്ചേഴ്സിൻ്റെ ശങ്കർ സാറിൻ്റെ പ്രൊഡക്ഷനിൽ ഉള്ളൊരു സിനിമ, അതും വസന്തപാലൻ അത് ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ, ആ പടം വലിയ ഹിറ്റായി. അത്തരത്തിലുള്ള ഒരു സിനിമ ചെയ്യാൻ പറ്റി. ചന്ദ്രൻ സാറിൻ്റെ സിനിമയിൽ അത് 3 സിനിമയൊക്കെ ചെയ്യാൻ പറ്റി. അത് 3 അതിൽ ആദ്യത്തെ 2 ക്യാരക്ടേഴ്സ് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസ് ആയിരുന്നു. രണ്ടാമത്തത് അത്ലറ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ആ സിനിമയിലില്ല, നല്ല ബന്ധമുണ്ട് ഇവരെല്ലാവരുമായിട്ടും. പിന്നീടാണ് അദ്ദേഹം ഇങ്ങനെ വേറൊരു ക്യാരക്ടറാണ് പറഞ്ഞിരുന്നത്. ശരിക്കും അതൊരു അത്ലറ്റിനെ വെച്ചിട്ട് തന്നെ അവർ ചെയ്യാൻ വേണ്ടി, ലോങ് ജമ്പിലായിരുന്നു, അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അത്ലറ്റിനെ വെച്ച് ചെയ്താൽ അത് നമ്മളുടെ ആ ഒരു അഭിനയം അങ്ങോട്ട് ചിലപ്പോൾ മുഖത്ത് അത്രയും ശരിയാവണമെന്നില്ല, നീ ചെയ്തു നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്കെന്ന് ഒരു കോൺഫിഡൻസ് എന്തോ ഞാൻ ചെയ്താൽ ശരിയാവും. ആ സാറിൻ്റെ കോൺഫിഡൻസ് ആണ്. സാറിൻ്റെ എൻ്റെ ഒരു ഫിസിക്ക് ഒക്കെ അത്ലറ്റിന് പറ്റുന്ന ഒരു ഫിസിക്കാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടാണ്. പിന്നെ ഞാൻ എന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറയാണ്, ഇല്ല എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പൂർണ്ണമായിട്ടും എന്നെ വിശ്വസിക്കുക, ഞാൻ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. അന്ന് ഈ വർക്കൗട്ട് ചെയ്യുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് ഇത്രയൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ അതിന് ശേഷമാണ് എനിക്ക് ശരിക്കും
എന്നെ എനിക്ക് അങ്ങനെ തന്നെ കാണാൻ വലിയ ഇഷ്ടമായി. ആ സിനിമ അതിനൊരു വലിയ മാറ്റമായിരുന്നു. ഞാൻ ശരിക്കും അതിൽ ലോങ് ജമ്പർ ആവാന്നോടെ അപ്പർ ബോഡി ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത്രയും ഒന്നും അറിവൊന്നും ഇല്ല. നമുക്കത് ചെറിയ പ്രായമല്ലേ. അപ്പോൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ. അപ്പം ഞാൻ LNCT പോയി പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ കുറച്ച് പോർഷനെ നമ്മൾ കാണിക്കുന്നുള്ളൂ. അതൊരു നല്ല സിനിമയായിരുന്നു. ചാടുന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്നായിരുന്നെങ്കിൽ എനിക്ക് തോന്നി കുറച്ചുകൂടെ അല്ല, റിയലിസ്റ്റിക് ഇന്നായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല ആ സിനിമ അപ്രോച്ച് ചെയ്യുക. ഞാൻ ശരിക്കും അത്ലറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ടാന്ന് പറഞ്ഞാൽ അന്ന് എടുത്തതിന് into 100 ആണ്. അപ്പൊ അത്രയും എടുത്തിട്ട് ഞാൻ ശരിക്കും അത്ലറ്റ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സ്ക്രീനിന്റെ മുന്നിൽ വരുള്ളൂ. ഞാൻ റീവാച്ച് ചെയ്യുമ്പോൾ ഞാനത് ചിന്തിച്ചു, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട്, സാധാരണ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട്, അപ്പോൾ പടത്തിനായിരുന്നെങ്കിൽ എത്രത്തോളം. എനിക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് എങ്ങനെയാണ് ഒരു ലോങ് ജമ്പർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അതൊക്കെ പോയി പഠിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പൊ ഞാനൊരു സിനിമ ഇവിടെ നിന്നൊക്കെയാണ് പഠിക്കുന്നത്. ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഹോംവർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു വലിയ പാഠശാലയായിരുന്നു അതെല്ലാം. പ്രത്യേകിച്ചും ചന്ദ്രൻ സാറിന്റെ സിനിമകളൊക്കെ അങ്ങനെയുള്ള സിനിമകൾ തന്നെയായിരുന്നു. ഒരുപാട് സംവിധായകരുണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള. ഇപ്പോൾ വെയിലിൽ നിന്ന് ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഇമോഷനിലേക്ക്, അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പെർട്ടിക്കുലർ ഇമോഷൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ടത് എന്നുള്ളത് അവിടെ നിന്ന് ഇങ്ങനെ അതായത് നമ്മൾ സാധാരണ ഒരാൾ അഭിനയിച്ച് കാണിച്ചു തരുമ്പോൾ നമ്മൾ അതുപോലെ നമുക്ക് കോപ്പി പറ്റില്ല. അതെന്താണോ അവിടെ നിന്ന് എടുക്കേണ്ടത് മാത്രം എടുത്തിട്ട് നമ്മൾ പോയി ചെയ്യാന്നുള്ളത് പഠിക്കുന്നത് അവിടെ നിന്നാണ്. പക്ഷെ നിങ്ങളുടെ ആ പ്രായത്തില് ആ ഇമോഷൻസ് ഒക്കെ അങ്ങനെ സ്ക്രീനിൽ പ്രതിഫലിപ്പിച്ചു എന്ന് പറയുന്നത് എനിക്കിപ്പോഴും അതെനിക്കും അറിയില്ല. നമ്മള് അവര് പറഞ്ഞു തരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലൂടെ പോകുന്നത് അതങ്ങനെ സംഭവിക്കുന്നതാണ്. അതിപ്പോഴും അറിയില്ല അതെങ്ങനെയാ. ഇപ്പൊ ഒരു സീൻ അഭിനയിച്ച കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും എന്താ വരിക എന്നുള്ളതും അറിയില്ല. അതായത് റീഡൂ ചെയ്യേണ്ട, ഇപ്പൊ നമ്മളിപ്പോ ടി.വി. ചന്ദ്രൻ സാറിന്റെ അത്ലറ്റിനെ നമ്മൾ റീഡൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെ അതിൽ ഞാൻ റീഡൂ ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആ സിനിമ ശരിക്കും അവര് തെലുങ്കിലേക്കും കന്നഡയിലേക്കും ഒക്കെ റീമേക്ക് ചെയ്യാൻ ആ സമയത്തുണ്ട്. അപ്പൊ എനിക്ക് കന്നഡ സിനിമയിലേക്ക് തന്നെ റീമേക്കിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നു. അപ്പൊ ഞാനിങ്ങനെ രണ്ടാമതൊന്നും ആലോചിക്കാതെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു പ്രാവശ്യം അതവിടെ തീർന്നോട്ടെ, ഇനി അതിന് മേലെ അത് വേണ്ട എന്നുള്ളത് നമുക്കും അതാണ് അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ അത് ഓക്കെയാണ്, അത് ആ ക്യാരക്ടറെ നമുക്ക് പിടികിട്ടി, അയാളുടെ ഇമോഷൻസ് ഒക്കെ നമുക്ക് പിടികിട്ടി. സിറ്റുവേഷൻ എല്ലാം ഒരുമിച്ച് വരണം. അത് ആ ആക്ടറോട് ഉണ്ടാവണം, ആ ഡയറക്ടറോട് ഉണ്ടാവണം, ആ സിനിമാറ്റോഗ്രാഫറോട് ഉണ്ടാവണം, ബാക്കി കോ ആർട്ടിസ്റ്റ് ഉണ്ടാവണം, ബാക്കി ടീം ഉണ്ടാവണം. അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ശാന്തി മാസ്റ്റർ, നമ്മുടെ മെലിഞ്ഞിട്ടുള്ള ശാന്തി മാസ്റ്റർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരിയാണെന്ന് കൊറിയോഗ്രാഫി ചെയ്തത്. അയ്യോ, അതൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. അവരുടെയൊക്കെ ഒരു ഭയങ്കര സപ്പോർട്ട്. ഇത് എല്ലാവരും കൂടെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു എഫേർട്ടാണല്ലോ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്നാണ്. അത് തിരിച്ച് വീണ്ടും സംഭവിക്കുന്നതല്ല. അപ്പം നമ്മൾ വീണ്ടും പണിയെടുക്കരുത്. ഈ ജനഗണമനയിൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ജനഗണമനയിൽ ചെയ്തിരിക്കുന്നത്. ആ സിനിമയിൽ ഒരുപാട് പ്രാധാന്യം ക്യാരക്ടറിനുണ്ട് ആ സിനിമയിൽ. പക്ഷേ ലീലയിൽ എന്ന് പറയുന്നത് ചെറിയൊരു പോർഷൻ ആണെങ്കിൽ അതിൻ്റെ പെർഫോമൻസിൽ ഭയങ്കര രസമുള്ളൊരു പെർഫോമൻസ് കാണിക്കാനുണ്ട്. കാരണം അവിടെയൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെ ഇരിക്കുവാണ്. കാരണം ഒന്നും പിടികിട്ടണില്ല, ഇയാൾ ഇതെന്താണ്, കുട്ടിയപ്പൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കുട്ടിയപ്പൻ ഈ പെണ്ണിന് എന്താ ചെയ്യാൻ പോണത് എന്നൊക്കെ നമ്മളിങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻസിലിരിക്കുക. അപ്പോഴാണ് കുറേ കോമഡികളാണ് പിന്നെ വരുന്നത്. ആ സ്ഥലത്തൊക്കെ ഇന്ന് ഈ കോമഡികളൊക്കെ കുറച്ചുകൂടെ ആക്സെപ്റ്റൻസ് ഉള്ള കോമഡികളാണ്. പലർക്കും അറിയാം, യങ്സ്റ്റേഴ്സ് സിനിമ കാണുന്ന അത്രയും ഗൗരവത്തോടു കൂടിയാണ്. പക്ഷെ അന്ന് ഈ കോമഡികൾ എവിടെയും വേണമെങ്കിലും പാളാം. അപ്പം എന്തായിരുന്നു ബ്രീഫ്, എങ്ങനെയാണത് എക്സിക്യൂട്ട് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ശരിക്കും രഞ്ജിത്ത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ സിനിമയിൽ വന്ന് നമ്മൾ സിനിമ അറിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. ആ സമയത്താണ് പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയിലേക്ക് സംസാരിക്കുന്നത്. അപ്പോൾ അത് സംസാരിച്ചു, അത് പോയി. ആ സമയത്ത് വേറെ സിനിമ ചെയ്തിരുന്നു, വേറെ സിനിമ കമ്മിറ്റ് ചെയ്തിരുന്നു, അങ്ങനത്തെ പല കാര്യങ്ങൾ. പിന്നെ അത് മുന്നോട്ട് പോയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയില്ല. ആദ്യം അങ്ങനത്തെ ഒരു പരിഗണനയിലേക്ക് എത്തിയിരുന്നു ആ ഒരു സിനിമയിൽ ഞാനും. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ആഗ്രഹമായിരുന്നു, എനിക്ക് സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. ആ സമയത്താണ് എന്നെ ലീല എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് രഞ്ജിത്ത് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒരു മുഴുനീള കഥാപാത്രമോ അങ്ങനെയൊന്നുമല്ല, ഇതിനെ എടുക്കേണ്ടത് ഒരു ആക്ടിങ് എക്സസൈസ് ആയിട്ടാണ് ഇതിനെ എടുക്കേണ്ടത്. അത് സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രംഗമാണ്. ഇത് പാളിപ്പോയാൽ ശരിക്കും നന്നായിട്ട് കൂക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം
അതൊരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തിട്ട് ചെയ്തതാണ്. ഞാനും അതിനൊരു പരീക്ഷണമായിട്ട് തന്നെയാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാനതിനെ കണ്ടത്. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. വളരെ ചെറിയൊരു സീനാണ്, വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ എനിക്കത് വളരെയധികം രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു സീനാണ്. ഐ മീൻ ഒരു അഭിനേത്രി എന്നുള്ള രീതിയിൽ നമ്മൾ അഭിനയിക്കുന്ന പെർട്ടിക്കുലർ ഭാഗത്തിന് മാത്രമാണ്, അഭിനയത്തിനാണ് ഞാൻ ഈ പറയുന്നത്. അതെനിക്ക് വളരെ രസകരമായിട്ട് ഞാൻ ഈ ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിലേക്ക് എടുത്തൊരു സിനിമയായിരുന്നു. അത് ഹെവിയും ആയിരുന്നു. നിങ്ങളുടെ ആർട്ടിസ്റ്റിക് വാല്യൂ തിരിച്ചറിയുന്ന സ്പേസും കൂടിയാണ് അത്. അതിങ്ങനെ കയറി പോവല്ലേ, എന്താണെന്ന് തിരിച്ചറിയാതിരിക്കുന്നു, അവിടെ നിന്ന് കരയാം. അതായത് നിന്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കരയുമെന്ന് പറയുമ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ കരച്ചില് തമാശക്ക് കരഞ്ഞ് പിന്നെ അത് ഒരു ഒച്ചത്തിലുള്ള ഒരു കരച്ചിലേക്ക് പോയിട്ട് അവസാനം അവള് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആവില്ലായിരുന്നു, ഞാനിങ്ങനെ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുന്നിടത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഭയങ്കര, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ആ ഒരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എൻ്റെ അച്ഛനെ അടയ്ക്കാൻ മരിച്ചത്, അത് കഴിഞ്ഞാൽ ഞാൻ ഈ ഗതികെട്ട പണിക്ക് ഇറങ്ങി. പക്ഷെ അത് കൂട്ടത്തിൽ കുട്ടിയപ്പനെയും കൂടെ കുറിച്ച് പറയേണ്ടത്, കുട്ടിയപ്പൻ ശരിക്കും അയാളുടെ ഫ്രസ്ട്രേഷനാണ്. ചെറിയ മാനസിക വിഭ്രാന്തിയൊക്കെ ഉണ്ട്. കാരണം ആ സ്വപ്നം കാണുന്നതൊക്കെ, പറന്നു വരുന്നതൊക്കെ, സ്വപ്നം കാണുന്നതൊക്കെ അയാളുടെ ഒരു വിഭ്രാന്തിയായിട്ട് കരുതേണ്ടി വരും. പക്ഷെ അയാളുടെ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനാണ്, പറ്റായികയാണ് കുട്ടിയപ്പൻ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ലീലകളിലൂടെയൊക്കെ പോവേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ആ സിനിമ കാണുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു റീഡ് ചെയ്തിരുന്നത്. ഉണ്ണിയേട്ടൻ എഴുതിയത് വായിച്ചിരുന്നു. പക്ഷെ ആ സിനിമ കാണുമ്പോഴത്തേക്ക് പക്ഷെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഓരോന്നല്ലേ. അപ്പം ഞാനവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ, നമ്മൾക്ക് കുറവുകളല്ല, നമുക്ക് പറ്റാത്തൊരു കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണിക്കും. നമ്മൾ അതിൽ ഭയങ്കര എഫിഷ്യൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവാണ് എനിക്ക് ആ സിനിമ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ലീല കാണുന്ന സമയത്ത് തന്നെ കുട്ടേട്ടനും കുട്ടിയപ്പനും എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. കുട്ടേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച സിനിമ അല്ല, സരിതേച്ചി അഭിനയിച്ച. കുട്ടേട്ടൻ ഇതില് പുറകിലാണ്. തിലകന്റെ ക്യാരക്ടറിനോടൊക്കെ പോയി അയാള് തുറന്നു പറയുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കണ്ട സിനിമ. എനിക്കതൊന്നും സാധിക്കുന്നില്ല. സെയിം തന്നെയാണ്. കുട്ടിയപ്പൻ ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. കുട്ടിയപ്പൻ തേടി നടക്കുകയാണ്. ഏതെങ്കിലും ഒരു ചെറിയ പെണ്ണിനെയാണ് അയാൾ തേടുന്നത്. അവസാനം ലീലയാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ആനയെ കൂട്ടുപിടിക്കുന്നതിന് പലതരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം സിനിമകളുടെ ഭാഗമാകുമ്പോൾ നിങ്ങൾ കുറേ ഇത്തരത്തിലുള്ള, ഇപ്പോൾ ടി വി ചന്ദ്രൻ സാറിൻ്റെ മാത്രമല്ല, നല്ലത് എന്ന് തോന്നുന്ന തരത്തിലുള്ള സിനിമകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സെലക്ഷൻ ആണോ, അത് നിങ്ങൾ ഇതിനകത്ത് വന്ന് പെട്ടതാണെന്ന് അറിയില്ല. സെലക്ഷൻ ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ, നല്ല സ്ക്രിപ്റ്റുകൾ നമ്മളിലേക്ക് വരുന്നതിൽ ബെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളത്. അത് വരിക എന്ന് പറയുന്നത് ഭാഗ്യം, അത് എന്നിലേക്ക് എത്തി എന്ന് പറയുന്നത് ഭാഗ്യമാണ് ആ കാലഘട്ടത്തിൽ. അപ്പൊ അത് വന്നതിന് ബോധപൂർവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. ഈ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയാലും പൂർണ്ണമായി വായിച്ചതിന് ശേഷം വായിക്കാതെ പറ്റില്ല. എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കാതെ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് കഥ കേൾക്കുമ്പോൾ ചിലരുണ്ടല്ലോ സീൻ ബൈ സീൻ കഥ പറയും, ഷോർട്ട് ബൈ ഷോർട്ട് പറയും, നമ്മൾ ആ സിനിമ കണ്ടതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കണം. ചിലപ്പോൾ പറയുന്നതല്ല ആ സ്ക്രിപ്റ്റിൽ ഉണ്ടാവുമെല്ലാം, പക്ഷെ ചിലത് സ്ക്രിപ്റ്റ് വായിക്കുന്നതിനപ്പുറത്തേക്ക് സിനിമ ഉണ്ടാവും. ഇതൊന്നും അല്ലാതെ സംഭവിക്കാറുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതൊന്നും സിനിമയിൽ ഉണ്ടാവാതെ ഉള്ള സിനിമകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ധാരണ ഉണ്ടാവും, ഇത് നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത് വായിക്കാതെ എനിക്ക് പറ്റില്ല. ഇടയ്ക്കേറിയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ റാം എന്താണ് സംഭവം ഒരുക്കി വെച്ചിരിക്കുന്നത്? ജിത്തോട്ടന്റെ ഇന്റർവ്യൂ കൊടുക്കും അടുത്ത ദിവസം. അത് ഹീസ് ദ റൈറ്റ് പേഴ്സൺ എന്ന് പറയാൻ ഞാനല്ല, എനിക്കത് പറയാനുള്ള നമ്മുടെ കടമയാണ്. പ്രേക്ഷകരെ പ്രിയങ്ക പറയുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജിത്തോട്ടന്റെ അടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ ലാലേട്ടന്റെ അടുത്ത് ചോദിക്കും. ഇതിൽ ഞാനാളല്ല. അല്ല, അഭിനയിച്ചിട്ടുള്ളത് പറയാം. ഞാൻ തീർച്ചയായിട്ടും ജിത്തോട്ടന്റെ സിനിമ ചെയ്യാൻ പറ്റി. 12th മാൻ ചെയ്തു, അദ്ദേഹത്തിന്റെ റാം ചെയ്തു, അത് വലിയ സന്തോഷം. അതുപോലെ തന്നെയാണ് ജിത്തോട്ടന്റെ സിനിമ ചെയ്യണം എന്ന് പറയുന്നതും എനിക്കൊത്തിരി, ഞാൻ ഇങ്ങനെ കാത്തിരുന്നതാണ്. എപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണത്, കാത്തിരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയതാണ് 12th മാൻ. ഈ 12th മാൻ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ചില നെഗറ്റീവ് ഷെയ്ഡ്സിലൂടെയൊക്കെ പോകുന്ന ക്യാരക്ടേഴ്സ്. എൻ്റെ അടുത്ത് അന്ന് ജിത്തോട്ടം വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറോട് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ക്യാരക്ടർ അല്ലേ, എന്താ ചെയ്താലേ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യത്യാസമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എപ്പോഴും ഇഷ്ടം. എപ്പോഴും
ഒരേ പ്രതലത്തിലൂടെയുള്ള പൃഥ്വിരാജിനെ കുറിച്ച് ഷമി തിലകൻ ചേട്ടൻ പറഞ്ഞത് നമ്മുടെ വിലായത്ത് ബുദ്ധ നടക്കുന്ന സമയത്ത് പൃഥ്വിരാജ് ആയതുകൊണ്ടാണ് എൻ്റെ ക്യാരക്ടർ ഇത്രയും ഇതായിട്ടുള്ളൊരു ക്യാരക്ടറിന് എനിക്ക് ചെയ്യാൻ കിട്ടിയത്. കാരണം പൃഥ്വിരാജ് അല്ലെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു, വേറൊരാളാണെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. അതാണ് അയാളുടെ മഹത്വം എന്ന് പറഞ്ഞ് സംസാരിച്ചിരുന്നത്. പൃഥ്വിരാജ് മുമ്പും ഇത് ചെയ്തിട്ടുണ്ട്. അയ്യപ്പനും കോശിയിലും മുൻതൂക്കം മറ്റേ ആൾക്ക് പോവും എന്ന് അറിയുമ്പോൾ തന്നെ അയാൾ അതിനേക്കാളും വലിയൊരു സ്റ്റാർഡം ക്യാരി ചെയ്യുമ്പോഴും അയാൾ അതിന് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അയാളോടുള്ള ബഹുമാനം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നോർമലി ചിന്തിക്കുന്നത് അയ്യോ അത് ചെയ്യാൻ പാടില്ല. പല സ്ഥലത്തും സ്റ്റാർഡത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സ്റ്റാർഡം പോകുമെന്ന് വിചാരിച്ച് ഈ ആക്ടേഴ്സിന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ സ്റ്റാർഡം ഒരിക്കലും അനുവദിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സെലക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണ്. ഞങ്ങൾ കുറേ പ്രേക്ഷകർ ഇതിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ളവരാണ്. മാറി ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. അപ്പോൾ ഒരു നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടോ, എനിക്കൊരു ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ? എനിക്ക് ബാസിഗർ പോലൊരു ക്യാരക്ടറോ എനിക്ക് നീലം, എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ തരുമോ, എനിക്കതൊരു സന്തോഷമേ ഉള്ളൂ. കാര്യം എനിക്ക് പെർഫോം ചെയ്യാനുണ്ടാവണം. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ കഥാപാത്രം തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോമിനൻസ് ഉണ്ടായിരിക്കണം. വെറുതെ വന്നിട്ട് ചെയ്തിട്ട് പോവാന്ന് പറയുന്നതിൽ എനിക്ക് എവിടെയോ ഒരു ഇപ്പം എല്ലാ സിനിമയും നമുക്ക് തൃപ്തിക്ക് ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടൊന്നും എല്ലാ സിനിമയും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്ക് അങ്ങനത്തെ ഇപ്പോൾ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ വെറുതെ നെഗറ്റീവ് വന്നിട്ട് ഭയങ്കര ഒച്ച എടുത്ത് ആ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാം. അത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. കഥ ഡിമാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഈ 12th മാൻ്റെ ഇത് അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കോവിഡിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്മിൽ ഭയങ്കര ഒരു യൂണിറ്റായിട്ട് ഒരുപാട് തമാശകളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ലാലേട്ടനെ അടുത്ത് കിട്ടുന്ന സമയത്ത് എനിക്ക് ചോദിക്കാൻ കുറെ കാര്യങ്ങളുണ്ടാവും. അതേപോലെ പോയി ചൊറിഞ്ഞോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങള്. കാര്യം ആ ഒരു ഇൻട്രോഗേഷൻ സീന് നമ്മൾ അവിടെ നടക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേബിളിന്റെ അപ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ഞാനാണ് ഇരുന്നിരുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക. ഇങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അതായത് ആ സമയത്ത് ഹിന്ദുവില് ഒരു അദ്ദേഹത്തിൻ്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ഒരു റൈറ്റപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളെ പറ്റിയിട്ട് ഉള്ള കുറേ ആൾക്കാർ. ഇപ്പം ഞാൻ പറഞ്ഞു എം ജി ശ്രീകുമാരേട്ടൻ, മുകേഷ് ഏട്ടൻ, എനിക്ക് തോന്നുന്നു പ്രിയദർശൻ സാർ ഉണ്ടായിരുന്നു, ലക്ഷ്മി ഗോപാലസ്വാമി ചേച്ചി, അങ്ങനെ കുറേ പേര് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകളെ പറ്റിയിട്ട് പറയാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞിരുന്ന കുറേ സിനിമകളുണ്ടായിരുന്നു. ഞാനൊരു 10 സിനിമകൾ ഞാനൊന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, ലാലേട്ടാ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു, അപ്പൊ എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിൽ ഞാൻ ആദ്യം പറഞ്ഞത് 20 20 പറഞ്ഞു, സതയം പറഞ്ഞു, ഭരതം പറഞ്ഞു, തൂവാനത്തുമ്പികൾ പറഞ്ഞു, കമലദളം പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ താഴ്വാരം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു 10 സിനിമ കൃത്യമായിട്ട് ഓർമ്മയില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടമുള്ള കുറെ തന്മാത്രയും പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ പറഞ്ഞിരുന്ന ഒരു സിനിമ തന്മാത്രയാണ്. അപ്പൊ അങ്ങനെ ഒരു 10 സിനിമ പറഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം, ഈ സിനിമകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു മൊമെന്റ് ആയിരുന്നു. അപ്പോൾ നമ്മള് ലാലേട്ടൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. അപ്പൊ ഇങ്ങനെ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോ ഒത്തിരി ഒന്നും അല്ലെങ്കിൽ ദശരഥം പറഞ്ഞില്ല കേട്ടോ. ദശരഥം ഉറപ്പായിട്ടും ദശരഥം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇഷ്ടപ്പെട്ട റൈറ്റർ, ഡയറക്ടർ, ആക്ടർ ഒക്കെ എല്ലാം ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു സിനിമ. കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമയാണ്. അപ്പൊ എനിക്കിഷ്ടം സുമാരി അമ്മ. അന്ന് ഈ ദശരഥത്തിന്റെ സമയത്ത് ഞാൻ ഒരു കാര്യം പറയാം. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് എഴുതിയപ്പോൾ ഇത് വേറൊരു സിനിമയായിട്ട് റിലേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർത്താനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സത്യത്തിൽ ഇവിടെ അമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് എൻഡിൽ ഇതിന്റെ ക്ലൈമാക്സ് വന്നത്. ആ സാധനം എടുത്തെങ്കിലും നമ്മുടെ മലയാളം സിനിമയായിരുന്നു, ടോട്ടലി മലയാള തനിമയായിരുന്നു മൊത്തം. ലോഹിയേട്ടൻ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഈ അസാധ്യ സിനിമകളിലൊന്നായിട്ട് എനിക്ക് തോന്നുന്നു. പലപ്പോഴും അലയ്ക്കാറുണ്ട്. ഇത്രയും കാലത്തിനു മുന്നേ ഇന്നാണ് അത് വളരെയധികം ഇങ്ങനെ നമ്മൾ ഒരുപാട് കേൾക്കുന്നു അല്ലേ, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കാണുന്നു കേൾക്കുന്നു. ഇത്ര കാലങ്ങൾക്ക് മുന്നെയാണ് അത് എഴുതി വെച്ചത് എന്ന് പറയുന്നത് ഇന്ന് ഭയങ്കര ഇത്ര വലിയ മഹാന്മാരായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പൊ എന്നിട്ട് ലാലേട്ടൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സിനിമകളാണെന്ന്. അത് മാത്രമേ ചോദിച്ചോളൂ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. അറിയാനുള്ള ആക്ടിങ്ങിനെ കുറിച്ച് അല്ല, ആക്ടിങ്ങിനെ കുറിച്ചിട്ട് അതൊന്നും ചോദിക്കണ്ട. അത് നമ്മൾ അഭിനേതാവിന്റെ അടുത്ത് പോയിട്ട് അഭിനയത്തിനെ പറ്റിയിട്ട് നമ്മൾ ചോദിക്കരുത്. അത് നമ്മൾ കാണുകയാണ്, അനുഭവിക്കുകയാണ്. ഓരോ സിനിമകൾ അദ്ദേഹത്തിനൂടെ 4 സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുക. അത് ദൂരെ നിന്ന് കാണുക, അടുത്ത് നിന്ന് കാണുക, നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ പറ്റിയിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുകയേ ചെയ്യരുത്.
ആ മനുഷ്യനെ ഒന്ന് വിലയിരുത്തൂ. കാരണം എന്താ വെച്ചാൽ ഈ നമ്മൾ പലപ്പോഴും നമ്മൾ പല കോണ്ടസ്റ്റിലും സംസാരിച്ചിട്ടുണ്ട്. ലാലേട്ടന് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ്, സംവിധായകർ, എഴുത്തുകാർ, എൻ്റെ അമ്മയെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ട്, വിഗോ മറ്റേ കണ്ണടയൊന്നും വെച്ചിട്ടൊന്നും അല്ല, ഇതേ രൂപം തന്നെ, പക്ഷേ ക്യാരക്ടേഴ്സ് എന്ത് രസമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു. എനിക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ ഒന്നുമില്ല. നമ്മുടെ അഭിനയം എന്ന് പറയുന്നത് ആക്ഷനും കട്ടിനും ഇടയിൽ നമ്മൾ പോലും അറിയാതെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതാണ് ലാലേട്ടൻ. അതിനപ്പുറത്തേക്ക് എനിക്ക് ലാലേട്ടനെ പറ്റിയിട്ടൊന്നും പറയാനില്ല. കാര്യം അതുവരെ അദ്ദേഹം ചിരിച്ചും കളിച്ചും പല കാര്യങ്ങൾ, ആ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല, ആ ഒരു ടൈമിൽ അതൊരു മാജിക്കാണ്. അത് പലപ്പോഴും, അതായത് ഒത്തിരി സീനിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടം സ്വർഗമാണായിരുന്നു ആദ്യത്തെ സിനിമ. ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ശങ്കരേട്ടനുണ്ട്, തിലകൻ അങ്കിള്, പൊന്നമ്മ ആൻറ്റി, സുകുമാരി അമ്മ. അപ്പോൾ ഇവരെല്ലാവരും ഇരുന്നിട്ട് ഭയങ്കര, ലാലേട്ടൻ, ഇവരെല്ലാവരും ഭയങ്കര തമാശയാണ്. അപ്പോൾ എന്നെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇട്ട് കളിയാക്കി എന്നെ വലിച്ച് കീറി അവിടെ വെക്കുന്ന സമയമാണ്. നമ്മൾ അതിലിങ്ങനെ എന്നെ ഉരുക്കിയെടുത്ത് അവിടെ വെക്കും. നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ നിൽക്കും, ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കും. എന്നിട്ട് അവിടെ റോഷൻ സാർ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇവര് മറ്റേ സ്വിച്ച് ഇട്ട് കണക്ക് പോകും, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇതല്ല എന്ന് ഞാൻ പഠിച്ച പാഠങ്ങളിലൊന്നും അവിടെ നിന്നാണ്. ലാലേട്ടൻ്റെ അത് അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡെഡിക്കേഷനാണ്. വെളിപാടിൻ്റെ പുസ്തകം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് സൈനസൈറ്റിസ് ഉണ്ട്. കാര്യം അദ്ദേഹത്തിന് പനിയാണ്, ഈ സൈനസൊക്കെ ബ്ലോക്കായിട്ട്. അത് പറയാൻ കരുതുന്നത് സെയിം എനിക്ക് സൈനസൈറ്റിസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അധികം മഞ്ഞും ഈ തണുപ്പും ഒക്കെ ഉള്ള സമയത്തെന്ന് പറഞ്ഞാൽ ഇത് ട്രിഗർ ചെയ്യും. ഞാനും ഇതുപോലെ ചുമയും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അയ്യോ അയ്യേ 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 ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇദ്ദേഹം നമ്മളന്ന് റെയിൻ എഫക്റ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്, തിരുവനന്തപുരത്ത് തുമ്പയിൽ അവർ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ശരിക്കും പനിയും ഒട്ടും ശബ്ദമൊക്കെ മാറിയിരിക്കുന്ന ഇദ്ദേഹം ഈ മഴയത്ത് മുഴുവൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് വീണ്ടും രാവിലെ വന്നിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്യാണ്. വീണ്ടും രാവിലെ വന്നിട്ട് അത്രയും ഫൈറ്റ് സീക്വൻസും ഒക്കെ ചെയ്തിട്ട് എല്ലാ ആക്ടേഴ്സും അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ലാലേട്ടൻ്റെ ഓരോ സിനിമകൾ കാണുമ്പോഴത്തേക്കും, ഞാൻ അഭിനയിക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ മനുഷ്യൻ ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഭൂമിയിൽ ജന്മം എടുത്തത് എന്നെനിക്ക് തോന്നാറുള്ളത് അതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാന്ന് ചോദിച്ചാൽ അതെനിക്ക് 2, 3, 4 പിന്നെ ഞാൻ ആരെ വേണോ പറയും. പക്ഷെ അത് എൻ്റെ ചെറുപ്പം തൊട്ടതൊരൊറ്റ, എൻ്റെ ലോക സിനിമയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യത്തെ പേര് ഞാൻ ലാലേട്ടൻ്റെ പേരെ പറയും. ഈ സംസാരിക്കുന്ന സമയത്ത് തിലകൻ ചേട്ടൻ, സുകുമാരി അമ്മ, നെടുമുടി വേണു, ലാലേട്ടൻ, ഇങ്ങനെയാണ് പ്രിയങ്ക സംസാരിക്കുന്നത്. ആ തുടർച്ചയിൽ പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ ഇവരെ മാറ്റി നിർത്തിയിട്ട് ലാലേട്ടനെ സ്പെഷ്യലായിട്ട് പറയുമോ, ഇല്ലെങ്കിൽ ഇവർ പറയുമ്പോൾ ലാലേട്ടനെ പറയുകയോ ചെയ്യാറില്ല. പക്ഷെ പ്രിയങ്ക സംസാരിക്കുന്നപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ലാലേട്ടൻ ഇതിലിങ്ങനെ തന്നെ സംസാരിച്ചുകൂടാ എന്ന് തോന്നിയിട്ടുണ്ട്. പ്രിയങ്ക സംസാരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ലാലേട്ടനെ നേരത്തെ തന്നെ അതിനകത്ത് കയറ്റേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ അല്ല, ഞാൻ എപ്പോഴും ഇവരുടെ കൂടെ ഒക്കെ എനിക്ക് ഭരത് ഗോപി അങ്കിൾ, വേണു നാഗവള്ളി അങ്കിൾ, എനിക്ക് ഇവരുടെ കൂടെ ഒക്കെ എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് വന്നിട്ടുണ്ട്. ലളിത ആൻറ്റി. അപ്പം ഞാൻ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കാണുന്നത് കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ കുറച്ചുകൂടെ നേരത്തെ ജനിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടെ നേരത്തെ സിനിമയിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് പറ്റുന്ന കുറേ കൂടെ സിനിമ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ ആഗ്രഹമുള്ളതാണ്. പക്ഷെ ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഇവരിൽ നിന്നും പഠിക്കുന്നത് എന്ന് പറയുന്നത് അഭിനയത്തിൻ്റെ പാഠങ്ങൾ മാത്രമല്ല, നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, നമ്മളുടെ പ്രൊഫഷണലിസം, ക്യാരക്ടറിന് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമ്മളൊരു ആർട്ടിസ്റ്റിലേക്ക് എങ്ങനെയാണ് രൂപമാറ്റം വരേണ്ടതെന്നുള്ളത് ആരും പഠിപ്പിച്ചു തരണ്ട. നമ്മൾ ശരിക്കും ഒരു ആക്ടിങ് സ്കൂളിൽ, ഞാനൊരു വലിയ യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് പോലെ തന്നെയാണ് ഈ പറയുന്ന മനുഷ്യരുടെ കൂടെ ഉള്ളൊരു സഞ്ചാരം എന്ന് പറയുന്നത്. അപ്പൊ അത് അവർക്ക് അധ്യാപകരാണ് ശരിക്കും. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വായിച്ചു പോകുമ്പോൾ ചെറിയൊരു കഥ പോലെ വായിച്ചു പോകണം. ചിലരുടെ എഴുത്തുണ്ട്, ആ എഴുത്തിലെന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയത്തിനെ പറ്റിയിട്ട് ഭയങ്കര ആധികാരികമായിട്ടുള്ള എഴുത്തുണ്ടാവും. പക്ഷെ ആ എഴുത്തിന് വേണ്ടിയിട്ട് അവർ റിസർച്ച് ചെയ്യുന്നത് വർഷങ്ങളും അവർ വായിച്ചു തീർക്കുന്നതെന്ന് പറയുന്നത്
നൂറുകണക്കിന് പുസ്തകങ്ങളും ആയിരിക്കും. അവിടെ നിന്നെല്ലാം ഉള്ളതാണ്. അപ്പം നമ്മളെന്താ, നമുക്കൊരു ക്യാപ്സ്യൂള് പോലെ നമ്മൾക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് എന്താ, അവരിത്രയും പുസ്തകങ്ങളിൽ നിന്നും വായിച്ചത് ക്രോഡീകരിച്ചിട്ടുള്ള വിവരങ്ങൾ അടങ്ങുന്നൊരു പുസ്തകമായിരിക്കും നമ്മൾ വായിക്കുന്നത്. അവരുടെ ഒരു പെർസെപ്ഷനാണ് നമ്മളിലേക്ക് എത്തുന്നത്. സോ ഇതുപോലെയാണ് എനിക്ക് ഈ ആക്ടേഴ്സിനെ തോന്നിയിട്ടുള്ളത്. അപ്പം ഇവരെല്ലാ പേരും ജീവിതത്തിനെ കാണുന്നത് അല്ലെങ്കിൽ അഭിനയത്തിനെ കാണുന്ന ഒരു രീതിയുണ്ട്. അപ്പം നമുക്ക് അവരിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്യും. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം എനിക്ക് അങ്ങനെ എനിക്ക് ചെയ്യാം. എനിക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരിൽ എനിക്കങ്ങനെ അത് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ള കുറേ അധികം അനുഭവങ്ങളുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ എനിക്ക് ലാലേട്ടൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രിയപ്പെട്ട ആക്ടറാണ്. ഈ അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പ്രിയങ്ക ഒരുപാട് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ബ്രേക്ക് എടുത്തതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഹൈ സ്പീഡിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ടും. അപ്പോൾ ക്യാരക്ടേഴ്സ് ബ്രേക്ക് പലപ്പോഴും ബോധപൂർവമായിട്ട് എടുക്കുന്ന ബ്രേക്കാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ എനിക്ക് ചിലപ്പോൾ എനിക്ക് താല്പര്യം വരുന്ന സിനിമകൾ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രേക്കുണ്ട്. ചിലപ്പോൾ ഞാൻ ബോധപൂർവമായിട്ട് എനിക്കൊരു ബ്രേക്ക് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രേക്കുണ്ട്. ഇനി ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ആ ഒരു പേസിൽ വരുമ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ കൂടെ ഓടാറുള്ളത്. ഇപ്പൊ എനിക്ക് ബാക്ക് ടു ബാക്ക് കുറേ സിനിമകൾ ഇനി തൊട്ടടുത്തതായിട്ട് വരാനുണ്ട്. ഈ വർഷവും അടുത്ത വർഷവും ഒക്കെ ആയിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഷൂട്ടിംഗ് നടക്കാനായിട്ടുള്ളതായിട്ടുള്ള കുട്ടി നല്ലോണം പണിയെടുക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പണിയെടുക്കണം, ഇഷ്ടപ്പെട്ട കാര്യത്തിനായിട്ടില്ല, പണിയെടുക്കണം തീർച്ചയായിട്ടും. പക്ഷേ എങ്കിലും നമുക്ക് ആ ഇപ്പൊ കാലം മാറി. നിങ്ങൾ ഫിലിമിൽ ചെയ്യുന്നത് പോലെ അല്ല സിനിമയുടെ ഭാഷ മാറി. ഇപ്പൊ കുറേ കൂടെ നല്ല ക്യാരക്ടേഴ്സിനെ അത്തരത്തിൽ ഡീറ്റെയിൽഡോട് കൂടി അവതരിപ്പിക്കാൻ വേണ്ടി സിനിമ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ തിയേറ്ററിൽ സക്സസ് ആവുന്നുണ്ട്, പോസിറ്റീവാണ്. ഇപ്പൊ എക്കോ വിജയിക്കുമ്പോൾ വിജയിക്കുമ്പോൾ ഞാൻ എപ്പോഴും വെയിൽ തുടങ്ങിയെടുത്തല്ല നിൽക്കുന്നത്, ഞാൻ അവിടെ നിൽക്കുന്നതല്ല. ഞാൻ അവിടെ നിന്നിട്ട് അവിടെ പുതിയൊരാളായിരുന്നു, സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ സ്റ്റുഡൻ്റ് അവിടെ നീ പഠിച്ച് വന്ന് നമ്മൾ ചെറിയ കുട്ടികളിൽ അവർ നമ്മളടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് അവരൊരു കാര്യം പറഞ്ഞു തന്നാൽ നമ്മളത് കേൾക്കില്ലേ? നമ്മളത് കേൾക്കും. ആ കാര്യം നമ്മളെക്കാളും ചില വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ അറിവ് അവർക്കായിരിക്കും. അപ്പം നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു എന്നെ അല്ല ഇങ്ങനെ അപ്ഡേഷൻ, അതാണ് എന്റെ ചോദ്യം. അതായത് സിനിമ മാറി, നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവാണ്. ഇപ്പം നിങ്ങളുടെ കണ്ണാടിയുടെ മുന്നിൽ അഭിനയിച്ച് നോക്കാൻ പറ്റില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് ഒരു കഥ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ക്യാരക്ടറിന്റെ ഇമോഷൻ, ഇപ്പോൾ ഒരു കഥ വായിക്കുമ്പോൾ എന്നോടൊരു കഥ പറയുമ്പോഴത്തേക്ക് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ തുടങ്ങുന്നതായിരിക്കാം. അവരൊരു 40 വയസ്സോ 30 വയസ്സിലുള്ള ഒരു സ്ത്രീ ആയിരിക്കാം. പക്ഷെ അവരുടെ ഒരു പശ്ചാത്തലം തുടങ്ങുന്നതെന്ന് പറയുന്നത്, അവരുടെ ഒരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത് അവർ തുടങ്ങിയിടം തൊട്ടാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നിന്നിട്ട് നമ്മൾ അവിടേക്ക് ചിന്തിച്ചിട്ട് അവിടേക്ക് നമ്മൾ പോകണം. അപ്പോൾ ആ കഥാപാത്രത്തിനൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതൊക്കെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ചില വായിക്കുന്ന സ്പേസിലൊക്കെ ചിലപ്പോൾ ആ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് അതൊന്നും പ്രീ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റില്ല. ചില റിയാക്ഷൻസ് ഞാൻ സിനിമയെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കും, അയ്യോ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതെങ്ങനെ ചെയ്യണേ എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, അവരെങ്ങനെയാണ് ചെയ്തതെന്ന് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചില റെഫറൻസൊക്കെ കാണുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇമിറ്റേറ്റ് ചെയ്ത് നോക്കുമോ? ഞാൻ ഒരിക്കലും എക്സ്പ്രഷൻ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ സ്ഥിരം കണ്ണാടിയിൽ നോക്കുന്ന ഒരാളാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് എൻ്റെ മാറ്റങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോഴത്തേക്ക് എനിക്ക് ക്യാമറയുടെ മുന്നിൽ പലപ്പോഴും ഒരു ഷോട്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ഇമോഷണൽ സീക്വൻസ് ആയിരിക്കും. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മീറ്റർ ചിലപ്പോൾ ഡയറക്ടർ കട്ട് പറഞ്ഞാലും എനിക്ക് ഒരു ടേക്ക് കൂടെ പോയാലോ എന്ന് ചിലപ്പോൾ ഞാനത് മോണിറ്റർ കാണാതെ തന്നെ ഞാൻ ചോദിക്കാറുണ്ട്. അല്ല പ്രിയങ്ക എനിക്കത് ഓക്കെയാണ്, അല്ല എനിക്കത് ഓക്കെ, ഒന്നും കൂടെ എനിക്ക് പോകണം എന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് പോവാറുണ്ട്. അത് നമ്മളവിടെ കണ്ടില്ലേ പോലും നമുക്ക് അറിയാൻ പറ്റും ദാറ്റ് ഇമോഷൻ. അതെന്താണെങ്കിലും അത് കുറച്ചുകൂടെ ബെറ്റർ ആയാൽ നന്നായിരുന്നു. പലപ്പോഴും അത് ശരിയാവാറുണ്ട്. അതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല. അത് ഇപ്പം നമ്മളുടെ പേശികൾ വലിയുന്നതും മുറുകുന്നതും ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടാവും. വർഷങ്ങളായിട്ട് നമ്മൾ ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ബോധപൂർവമായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ബോധപൂർവമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ, ചില ഇമോഷൻസൊക്കെ അല്ലെങ്കിൽ പുതിയതൊക്കെ, കാരണം എന്താ വെച്ചാൽ ഓരോ ദിവസവും ഇത് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നല്ലോ. പണ്ടുണ്ടായിരുന്നതല്ല. നമ്മൾ സിനിമകൾ കാണുകയല്ലേ, നമ്മൾ സിനിമകൾ കാണുകയാണ്, നമ്മൾ സീരീസ് കാണുകയാണ്, നമ്മൾ
പുതിയ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ കാണുകയല്ലേ. അപ്പൊ നമ്മൾ പോലും കാണാതെ നമ്മളിലേക്ക് അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ല, പക്ഷെ ഒരു കാര്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ അന്ന് അഭിനയിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്കൂളല്ലോ, അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളും സിനിമയുടെ ഒപ്പം നടക്കുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ആയിപ്പോവാം, അങ്ങനെ ആയിപ്പോവും. അയ്യോ അത്ര എക്സ്പ്രസ് ചെയ്യണ്ടായിരുന്നു. കാരണം നിങ്ങളിപ്പോൾ സീരിയൽ എന്ന് വരുമ്പോൾ വീണ്ടും മാറ്റമുണ്ട്. സീരിയൽ കുറച്ചുകൂടെ അങ്ങനെ ലൗഡായിരുന്നു പല കാര്യങ്ങളും. അതിനൊരു വ്യത്യാസമുണ്ട്. തമിഴിൽ കുറച്ചുകൂടെ മെലോ ഡ്രാമ അവർ ആവശ്യപ്പെടാറുണ്ട്. ഇപ്പം നമ്മൾ ഈസി ആയിട്ട് നമ്മൾ സ്വിച്ച് ചെയ്യണം. തമിഴിലേക്ക് പോകുമ്പോഴത്തേക്കെന്ന് പറയുന്നത് നമ്മളിവിടെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്വിച്ച് ചെയ്യണം. ഇനി അടുത്ത നമ്മൾ ഈ പറഞ്ഞ പോലെ അന്നത്തെ സിനിമകൾ, ചന്ദ്രൻ സാറിൻ്റെ, അത് ഞാൻ ചെയ്തിരുന്ന സിനിമകൾ ഉൾപ്പെടെ അന്ന് കൊടുത്തിരുന്ന ഒരു പേര്, ഒരു തലമുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള സിനിമകളില്ല എന്ന് പറയണം. ഇന്ന് അങ്ങനെ ഒരു പേരില്ല എന്ന് പറയും. അത്തരത്തിലുള്ള ഒരു സിനിമകൾക്ക് നമുക്കൊരു ഒരു റിയാക്ഷൻ, നമുക്ക് ടൈമുണ്ട്, നമുക്ക് കൂടുതൽ ടൈം എടുക്കാം. പക്ഷെ ഇന്നത്തെ സിനിമകൾക്ക് നമുക്ക് അത്രയും വേണ്ട. നമുക്ക് ശരിക്കും അത് എക്സ്പ്രസ് ചെയ്യാൻ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഇത്ര മതി, ഇത്ര സെക്കൻഡ് മതി. മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് നോക്കി റിയാക്ട് ചെയ്ത് ഇങ്ങനെ വന്ന് അത് ആ സിനിമ, അത് അത്തരത്തിലുള്ള സിനിമ ഡിമാൻഡ് ചെയ്തിരുന്നു. ഒരേ സമയത്ത് തന്നെ ഈ രണ്ട് തരത്തിലുള്ള സിനിമകളും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഇവിടം സ്വർഗമാന്റെ സെറ്റിൽ നിന്നാണ് ഞാൻ വിലാപങ്ങൾക്കപ്പുറത്തിന്റെ ഞാൻ അവാർഡ് വാങ്ങിക്കാൻ, സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കാനായിട്ട് പോകുന്ന അവിടെയാണ്. അവിടെ നിന്നാണ് കൃത്യമായിട്ട് അതിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. ഒരു എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കണം പ്രിയങ്ക, ലെഫ്റ്റിലേക്ക് നോക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ലെഫ്റ്റിലേക്ക് ജസ്റ്റ് ആ ഇമോഷനോട് കൂടി നോക്കുന്നത്. അതല്ല, എനിക്ക് അവിടെ ഒരു തുടക്കം വേണം, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വേണം, അതിൻ്റെ ഒരു ആ എക്സ്പ്രഷൻ അവിടെ ഇങ്ങനെ അതിൻ്റെ ഒരു എൻഡ് വേണം, അവസാനിക്കണം. ഓ ഇപ്പൊ സംഗതി പിടികിട്ടി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ നിന്നാണ്. അതെന്നെ ശരിക്കും പഠിപ്പിച്ചത് റോഷൻ ചേട്ടനാണ്. അപ്പോൾ റോഷൻ ചേട്ടൻ തന്നെ അറിയാതെ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ എൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ സിനിമകളിലും ഞാൻ അതിനൊരു എപ്പോഴും നമ്മളുടെ ഒരു എക്സ്പ്രഷൻ, ഒരു പൂർണ്ണത ഉണ്ടാവണം എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കാറാണ്. അപ്പം അത് ടൈം എന്ന് പറയുന്നത് ഓരോ സിനിമയ്ക്ക് അനുസരിച്ചിട്ടാണ് തീരുമാനിക്കണം. ഇനി അത് നമ്മളൊരു അഡ്വർടൈസ്മെന്റ് എടുക്കട്ടെ, അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും സമയമില്ല, 15 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മൾ കഥ പറഞ്ഞു. അപ്പം എന്ത് വേണം, നമ്മളുടെ സിനിമയിൽ കിട്ടുന്ന അത്രയും പോലെ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ടൈമില്ല. അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. അല്ല, ഇതൊക്കെ എക്സസൈസ് ചെയ്യണത് സ്ക്രീനിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വന്നിട്ട് ഓരോരുത്തർ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അത് പലപ്പോഴും ഈ ഒരു ക്യാരക്ടർ, ആ ഒരു ഇമോഷൻ ഡയറക്ടർ സീന് നറേറ്റ് ചെയ്ത് തരുമ്പോഴത്തേക്ക് ആ ഒരു ഇമോഷനിലങ്ങ് നടക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വലിയ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഒരു ക്യാരക്ടർ സ്റ്റഡി നടത്തണമെന്ന് ക്യാരക്ടർ സ്റ്റഡി നടത്താറുണ്ട്. അത് എൻ്റെ ഹോംവർക്ക് എന്ന് പറയുന്നത് അതാണ്. ആ കഥാപാത്രത്തിനെ പറ്റിയിട്ട് പല ഡിസ്കഷൻ നടക്കാറുണ്ട്. എൻ്റെ റൈറ്ററുമായിട്ടും ഡയറക്ടറുമായിട്ടും കുറേയായിട്ട് ഡിസ്കഷൻ നടക്കാറുണ്ട്. എങ്ങനെയായിരിക്കും ആ ക്യാരക്ടർ അവിടെ ചോദിക്കാറുണ്ട്, എങ്ങനെയായിരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ആ ക്യാരക്ടർ റെസ്പോണ്ട് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അവരുടെ റിയാക്ഷൻ, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്, അവരുടെ മാനസിക തലം എന്തായിരിക്കും. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കഷനിലൂടെ ഏകദേശം ഒരു ധാരണയുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു ദിവസം 1 or 2 സീനൊന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ക്യാരക്ടറിലേക്ക് അങ്ങ് സ്ലിപ്പായി വീഴും. അതുവരെ ടെൻഷനാണ്. മനസ്സിലായി. പക്ഷെ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കണം നമ്മൾ ആ ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്യാരക്ടർ അവിഹിതം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതെങ്ങനെയായിരിക്കും ഒരു മനുഷ്യൻ ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ഒരു ജസ്റ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ ഒരു റിയാക്ഷനെ ചിലപ്പോൾ അത് നമ്മളായിരിക്കുമല്ലോ അത്. ആ സമയത്ത് നമ്മുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, നമുക്ക് അതായിരിക്കില്ല അഭിപ്രായം, ആ ക്യാരക്ടറിന്റെ അഭിപ്രായം ആയിരിക്കില്ല. ഈ അഭിപ്രായമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ക്ലാഷ് വരുമോ? അപ്പൊ ലോജിക്കലി അവരോട് ചോദിക്കും. ആ അഭിപ്രായം മാറ്റി വെച്ചിട്ട് വേണം ക്യാമറയുടെ മുന്നിൽ നിൽക്കാനായിട്ട്. കാര്യം ക്യാമറയുടെ മുന്നിൽ നമ്മളൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് ലോജിക്കലി ഉള്ള ചോദ്യം നമ്മുടേതല്ലേ അയാളോട്. ആ ലോജിക് എന്ന് പറയുന്നത് കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ലോജിക്ക് നമുക്ക് ഇടിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അതിനാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അത് സ്ക്രിപ്റ്റ് പലകുറി വായിക്കും, അവിടെ ലോജിക്ക് ഇടിക്കുന്നുണ്ടെങ്കിൽ അതോടെ പല ഡിസ്കഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ആ ഷോട്ട് അഭിനയിക്കുന്നതിന് മുന്നേ അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് പലകുറി നമ്മൾ കൺഫ്യൂഷൻ തീർത്തിട്ടാണ് ക്യാമറയുടെ മുന്നിൽ വരുന്നത്. അപ്പൊ പിന്നെ അവിടെ കൺഫ്യൂഷന്റെ കാര്യമില്ലല്ലോ. അവിടെ പിന്നെ നമ്മൾ ക്ലാരിറ്റിയോടെ ചെയ്യാന്നുള്ളതാണ്. അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ സിനിമ ചെയ്യരുത്, ആ കഥ അത് കമ്മിറ്റ് ചെയ്യരുത്, അത് ചെയ്യരുത്. അപ്പോൾ ഒരു ട്രാൻസ്പെറൻസി വന്നു. പിന്നെ ക്യാരക്ടർ മൂവ് ചെയ്യും, പിന്നെ ക്യാരക്ടർ ആയിരിക്കും നമ്മൾ കുറേ സമയം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തു പോകും. പക്ഷെ എങ്കിലും നമുക്ക് ക്യാരക്ടർ പിടിക്കാൻ പറ്റും. അങ്ങനെയാണോ രീതി? പ്രിയങ്കയുടെ അറിയില്ല ശരിക്കും. അതൊരു പ്രോസസ് അങ്ങനെ നടക്കുന്നതാണ്. കഥ വായിക്കും, അവര് കഥ പറയും.
കഥ പറയുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ആ കഥ കേട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് തോന്നും ഇത് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ട. അത് വേണ്ട എന്ന് അപ്പോൾ മനസ്സിന് തോന്നിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വിരലിലെണ്ണുന്ന പടങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പിന്നെ റീഡിങ് ചെയ്ത് ഓ ഇതിന് ഇങ്ങനത്തെ ഒരു വശം കൂടി ഉണ്ടല്ലോ, അപ്പോൾ ഇത് ചെയ്താൽ നല്ലതായിരിക്കും, അങ്ങനെ ചിന്തിച്ച് വളരെ അപൂർവ സിനിമകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ മണിയടിക്കും, ഇത് കൊള്ളാം, അങ്ങനത്തെ ഒരു അതാണ് വെയില്, അങ്ങനത്തെ കുറേ സിനിമകളുണ്ട്. അതപ്പോൾ തോന്നും നമുക്ക്, അത് കേൾക്കുമ്പോൾ തന്നെ തോന്നും, അത് നറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും തോന്നും, അത് സ്ക്രിപ്റ്റ് വായിച്ച് കഴിയുമ്പോഴത്തേക്കും ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴത്തേക്കും എനിക്കത് കല്ല് കടിക്കുകയാണ്, എനിക്ക് ആ കൺഫ്യൂഷൻസ് ഒരുപാട് നിൽക്കുകയാണ്, എനിക്ക് ആ ഒരു ഹെവിനെസ് ഉണ്ടേ. ചിലപ്പോൾ അത് ഭയങ്കര നമുക്ക് ചെയ്യണം എന്നുള്ളൊരു സന്തോഷത്തിൻ്റെ ഹെവിനെസ് ആയിരിക്കും. ചിലപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഈ സാധനത്തിൻ്റെ നമുക്ക് ഇങ്ങോട്ട് കയറുന്നില്ല, പറ്റുന്നില്ല എന്നുള്ള ഹെവിനെസ്. ആ സാധനമാണെങ്കിൽ ഞാൻ അതിന് എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ഒരു സാധനം എനിക്ക് സെറ്റിൽ പോയിട്ട് എനിക്ക് അത് ഭയങ്കര വിഷമമാണ്, അതൊരു ഭാരമാണ്. നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് അവിടെ പോയിരുന്നിട്ട് നമ്മൾ മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിച്ച് സ്വയവും ബുദ്ധിമുട്ടി ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. കൂട്ടത്തിൽ ഈ സിനിമയിൽ നിന്ന് കുറച്ചു കാലം മാറി നിൽക്കുന്ന സമയത്ത് ഈ സിനിമാക്കാരായി ഞാൻ ഒരു കാലത്ത് മാറി നിന്നിട്ടില്ല, അങ്ങനെയൊക്കെ ചെറിയ ബ്രേക്ക് ഒക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ ആദ്യ സിനിമ മുതൽ തോന്നിയ ഞാൻ വർഷത്തിൽ 10 സിനിമ ചെയ്യുന്ന ആളല്ല. ഞാൻ വർഷത്തിൽ 2, 3, 4 അല്ലെങ്കിൽ 1 ഒക്കെ സിനിമകൾ മാത്രമാണ് ചെയ്യുന്നത്. പലപ്പോഴും ചെയ്തു വെച്ച സിനിമകൾ 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ റിലീസാവുക. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എല്ലാ സമയത്തും കഥകൾ കേൾക്കണുണ്ട്, കഥ സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു 10, 15 കഥ കേട്ടാലായിരിക്കും ചിലപ്പോൾ ഒരു സമയത്ത് ഇങ്ങനെ കഥകളും ഇങ്ങനെ സ്ക്രിപ്റ്റ് കേൾക്കലിൻ്റെ ഒരു ഒഴുക്കായിരിക്കും. ചിലപ്പോൾ ഒരു 3 മാസത്തിലൊരിക്കലായിരിക്കും ചിലപ്പോൾ 1, 2 സ്ക്രിപ്റ്റ് വരുന്നത്. ഇപ്പോഴെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇരുന്ന് കേൾക്കുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് എനിക്കത് ഓക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിയാലാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മുടെ സമയം അവരുടെ സമയം, 2 പേരുടെ സമയത്തിന് വാല്യൂ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ശേഷമാണ് ഞാൻ ഇരുന്നിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു 2-3 hours ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നിട്ട് കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്, വായിച്ചതിന് ശേഷം ഇരിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യണതിന് മുന്നേ തന്നെ അതൊരു വലിയ പ്രോസസ്സാണ്. ഇത് പെട്ടെന്ന് ഒരു ദിവസം ഒരു കഥ കേട്ടു, ഓക്കെ ഡേറ്റ് പറഞ്ഞു, എൻ്റെ കരിയറിൽ ഒരിക്കലും അങ്ങനെ അല്ല. ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു സമയം ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എനിക്ക് ഒരു സമയം ഇപ്പോൾ ക്ലാഷ് ഒക്കെ വന്നിട്ട് ചെയ്യുന്നതുണ്ട്, അല്ലാതെ ഒരു സിനിമയാണെങ്കിൽ ആ സിനിമ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആസ്വാദനമാണ്, ജോലിയല്ല. ജോലിയുമാണ്, ആസ്വാദനമാണ്, എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്നതും അതാണ്. അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉന്മേഷം, അപ്പൊ അതിന് പൈസയും കിട്ടും. തീർച്ചയായിട്ടും നല്ല പൈസയും ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്യും. അത് വാങ്ങിക്കണമല്ലോ. അപ്പം ജോലിയാണ് ഒരു തരത്തിൽ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ കാണാം. പക്ഷെ ഈ സ്പേസിലൊക്കെ നമ്മൾ ഈ കൂട്ടത്തിൽ ഓടുന്നില്ല. അപ്പം കൂടെ ഉള്ളവരൊക്കെ ചിലപ്പോൾ വേറെ 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 തലങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ ഓടുന്നില്ല എന്നും പിന്നെ ആളുകളൊക്കെ ചോദിക്കും അടുത്ത പടം ഏതാന്ന് ചോദിക്കുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ സിനിമാക്കാരി ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഒരു കാലത്തും പ്രശ്നം തോന്നിയിട്ടില്ല. കാര്യം ഞാനൊരു നാട്ടുംപുറത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ നാട്ടുംപുറത്ത് ജനിച്ചു വളർന്ന് നാട്ടുംപുറത്ത് ഇപ്പോഴും നാട്ടുംപുറത്ത് തന്നെയാണ് ജീവിക്കുന്നത്. വാമനപുരത്ത് ആണ് ഞാൻ ജീവിക്കുന്നത്. അത് തന്നെ എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്കവിടെ ഹാപ്പിയാണ്. അവിടെ എൻ്റെ അടുത്ത് സിനിമ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ഏതാ സിനിമ, അതടുത്ത സിനിമ ഇന്നതാണെങ്കിൽ ഇന്നതെന്ന് പറയില്ല, കഥകൾ കേട്ടോണ്ടിരിക്കുക എന്ന് പറയും. ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ? എനിക്ക് അവര് ഇല്ല ഒരിക്കലും ഇല്ല. അവര് അതെന്താന്നറിയോ, നോർമലാണ്. അവര് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഏതാ അടുത്ത സിനിമ എന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റിയാണ്. പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റില്ല. ഇനി എനിക്ക് ആൾക്കാർ ചോദിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് 5 സിനിമ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 250 സിനിമ ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. അതെൻ്റെ വിഷയമേ അല്ല, ഒരിക്കലും എന്നെ ബാധിച്ചിട്ടില്ല. ഞാൻ അടുത്ത ചെയ്യാൻ പോണ സിനിമ ഏതാണെന്ന് ഞാൻ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ കഴിവതും പറയാറില്ല. റിലീസ് ആവാൻ പോണ സിനിമകൾ ഇന്നതെന്ന് പറയും. എൻ്റേതായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സിനിമകളും എനിക്ക് അനൗൺസ്മെൻറ്റ് വന്ന അത് അവരുടെ സൈഡിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വരുന്നവരെ ഞാൻ മിണ്ടത്തില്ല. ഏതാ സിനിമ, കുറച്ച് സിനിമകൾ വരാനുണ്ട്, അതിൻ്റെ സമയത്ത് വരും, ഷൂട്ടിംഗ് നടക്കും. ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്, ഞാൻ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക, ഞാൻ അത് മാത്രമേ നോക്കൂ. അപ്പോൾ മറ്റുള്ളവർ സിനിമയുണ്ടോ സിനിമയില്ലേ, സിനിമ ചെയ്യണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അതായത് ഇഷ്ടപ്പെട്ട സിനിമ ചെയ്യണം എന്നുള്ളതും എൻ്റെ തീരുമാനമാണ്. അപ്പം എന്നിലേക്ക് ആ സിനിമകൾ വരണം. ബിക്കോസ് എൻ്റെ അച്ഛൻ പ്രൊഡ്യൂസർ അല്ല.
എന്നിലേക്ക് എല്ലാം ഒത്തു വരണം. നല്ല സിനിമ, അതായത് നല്ല സബ്ജക്റ്റ് വരണം, അതിലേക്ക് നമ്മളെ കാസ്റ്റ് ചെയ്യപ്പെടണം, ഇതെല്ലാം ഒത്തു വരണം. അല്ല, അങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സ് എടുക്കോ? ഇപ്പൊ പൃഥ്വിരാജ് ആണെങ്കിൽ അയാളുടെ സിനിമകൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കും. പാർവതി ആണെങ്കിൽ അയാളുടെ സിനിമകളും ആ ആശയങ്ങളുമായിട്ട് യോജിച്ച് നിൽക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള സിനിമകളാണ് 1-2 സിനിമകൾ ഇനി വരാനായിട്ടുള്ള. ഞാൻ നേരത്തെ അത്രയും എഫേർട്ട് എടുത്തിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഞാൻ അതിനുവേണ്ടി ഒത്തിരി എഫേർട്ട് എടുക്കാറുണ്ട്. കാര്യം കുറേ അധികം നല്ല സിനിമകളുടെ വീണ്ടും വീണ്ടും തുടർന്ന് അങ്ങോട്ട് നല്ല സിനിമകളുടെ ഭാഗമാകണം എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ എഫേർട്ട് ഉണ്ട്. ഇപ്പോൾ വലിയ എഫേർട്ട് എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് എനിക്ക് ശരിക്കും ഏതാ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചിട്ട് വേണം. അതുകൊണ്ടാണ് കാര്യം അതിൻ്റെ പിന്നിലുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, എത്രത്തോളം എഫേർട്ട് അവിടെ നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ പ്രൊഡക്ഷൻ്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ ആശയങ്ങളും കൂടെ ഇതിനകത്തേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാനും നമുക്ക് കുറച്ചുകൂടെ സിനിമയെ നയിക്കാനും പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഭാഗമാണ്, നയിക്കപ്പെടുന്നുണ്ട്, പക്ഷേ എങ്കിലും പലപ്പോഴും കുറച്ചുകൂടെ ആവശ്യമുള്ളടത്ത് അതിന് ഗുണമുള്ളതാണെങ്കിൽ നമുക്ക് പറയാം. എനിക്കെപ്പോഴും നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്താണെങ്കിലും അത് ഒരു സിനിമയ്ക്ക് ഗുണമുള്ളതാണെങ്കിൽ അത് ഏത് പാർട്ടാണെങ്കിലും ചെയ്യാം. പ്രൊഡ്യൂസർ ആണെങ്കിലും ചെയ്യും. നോക്കട്ടെ കുട്ടികളെ, ഒരു പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് നോക്കട്ടെ, ചകഞ്ഞെടുക്കാം. പരിമിതിയുള്ള പ്രൊഡ്യൂസറാണ്. ചെറിയ സിനിമ ചെയ്യാം, ഒരു 3 കോടി പിടിക്കട്ടെ, കുഴപ്പമില്ല. ആ 3 കോടിയുടെ കഥകൾ നിങ്ങൾ വന്ന് പറഞ്ഞോ, ചെയ്യാൻ പറ്റും. പ്രിയങ്ക പ്രൊഡ്യൂസർ ആവുന്നു, നമ്മൾ കൊടുക്കാല്ലേ? എനിക്ക് നല്ല സിനിമകൾ വരട്ടെ, അത്രയാണ്. നല്ല സിനിമകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൊഡ്യൂസർ ആവാനും ബുദ്ധിമുട്ടില്ല, അപ്പൊ അങ്ങനെ കൊടുക്കാം. പ്രൊഡ്യൂസറും വരാല്ലോ, ഇത് കേട്ടിട്ട് പ്രൊഡ്യൂസറും വരാല്ലോ. അത് ഓൾറെഡി നടിയുടെ അടുത്ത് വരണമല്ലോ പ്രൊഡ്യൂസർ. ഞങ്ങൾ ചോദിക്കുന്നത് നല്ല സിനിമയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭാഗമാവാൻ വേണ്ടി. ഇപ്പൊ നിങ്ങൾ എന്ന് വെച്ചാൽ നല്ല സിനിമകൾ നമ്മളൊരു ടീമായിട്ട് തന്നെ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്, നല്ല സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ അത് ഏത് ഭാഗത്താണെങ്കിലും, അത് പ്രൊഡക്ഷന്റെ ഏത് ഭാഗത്ത് നിന്നിട്ടാണെങ്കിലും അത്തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒരു പുഷിംഗ് ഉണ്ട്, സാധ്യതയുണ്ട്. കുട്ടികളെ വെയിറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ഈ പറയുന്ന മേക്കിംഗ് എന്ന് പറയുന്നത് ഓരോരോ യൂണിറ്റുകൾ മേക്ക് ചെയ്യുന്ന സിനിമകൾ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ വന്നതിന് ശേഷം നമ്മൾ കുറേ കൂടെ മാറി, ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. നമ്മുടെ സിനിമ ഒരുപാട് ഇടങ്ങളിൽ അറിയപ്പെടേണ്ട രീതിയിൽ അറിയപ്പെട്ടു തുടങ്ങി. അത് പണ്ടത്തെക്കാൾ കൂടുതൽ തന്നെ യങ്സ്റ്റേഴ്സിന് ഭയങ്കര അപ്രീസിയേഷൻസ് കിട്ടുന്നു. നമ്മുടെ സിനിമ കുറേ കൂടെ വളർന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ നമ്മൾ തന്നെ വളർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സിനിമ വളർന്നതല്ല, നമ്മൾ കുറച്ചുകൂടെ ലോകത്തിന്റെ ആ എൻഡിലേക്ക് എത്തുകയാണ്. നമ്മുടെ സിനിമയ്ക്ക് വിസിബിലിറ്റി, നമ്മുടെ സിനിമ അന്നും ഇന്നും എപ്പോഴും ഇപ്പൊ കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂടി എന്നുള്ളതാണ്. ആ ക്വാളിറ്റി എന്നും അതാണ്. അതായത് കണ്ടന്റ് ആയിരുന്നു. മലയാള സിനിമ എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇന്ന് കുറച്ചുകൂടി വിശാലമായി ലോകം നമ്മളിലേക്കാണ് എത്തിയത്. നമ്മളിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ അവർക്ക് എന്താ പറയാ, അവർക്ക് എത്തപ്പെടാൻ കുറച്ചുകൂടെ എളുപ്പമായി. നമ്മള് ഡിജിറ്റൽ ഈ പറയുന്ന പോലെ OTTയും പല സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് കാണാനുള്ള സംവിധാനം കൂടി. അതെ, അപ്പൊ നമ്മൾ അവർ മനസ്സിലാക്കണം. അപ്പൊ അതെന്തോ സാങ്കേതിക മികവ് കുറച്ചുകൂടെ കൂടി. അപ്പൊ അത്തരത്തിലുള്ള വീണ്ടും പ്രേക്ഷകരിലേക്ക് നമ്മൾ കൂടുതൽ പേരിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സാങ്കേതിക മികവ് കൂടി. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് ബഡ്ജറ്റ് കൂട്ടാനുള്ള കുറച്ചുകൂടെ സൗകര്യങ്ങൾ വരുന്നു. അങ്ങനെയാണ് നമ്മൾ മാറിയേക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവൈലബിൾ ആണ്, പക്ഷെ കുറച്ചുകൂടെ സാധ്യതകൾ കൂടുമോ എറണാകുളം പോലുള്ളൊരു നഗരത്തിലേക്ക് നിന്നാൽ? അങ്ങനെയൊക്കെ ഉണ്ട്. എറണാകുളം എന്ന് പറയുന്നത് വളരെ കുറച്ച് ദൂരം. ഞാൻ ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്കിവിടെ നിന്ന് ഒരു 4 hours ഒരു ട്രാവൽ മാത്രമാണ് എറണാകുളം. ഒരു 4 മണിക്കൂറിനവേ മാത്രമാണ് ഞാനുള്ളത്. കയ്യിൽ ഇനോവ ക്രിസ്റ്റ ഉണ്ട് കുട്ടികളെ, ഞാൻ കണ്ടു ഓടിച്ചു വരുന്നത്. അതൊരു ക്രൈസാണ്. ഈ ബുള്ളറ്റ് ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അതെന്റെ ഒരു സന്തത സഹചാരിയാണ്. ഈ വർക്കൗട്ടും അതേപോലെ ഒരു ക്രൈസ് ഉള്ള കാര്യമാണോ? അതൊരു തിരിച്ചറിവാണ്. അതായത് നമുക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടവും കൂടെയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആദ്യമൊക്കെ നമ്മളെ ആരൊക്കെയോ കമ്പൽ ചെയ്തിട്ട് വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ട്, ഇതൊന്നും അല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മളൊരു തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഭയങ്കര ആസ്വദിച്ചിട്ടാണ്. വർക്കൗട്ട് മാത്രമല്ല, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നത്, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അതായത് എങ്ങനെയാണ് നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ അറിയാൻ പറ്റും. നല്ല ഭക്ഷണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, പണ്ടുള്ളവർ പറയില്ലേ ഭക്ഷണം കഴിച്ചാൽ മരുന്ന് കഴിക്കണ്ടെന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മളുടെ അസുഖം വരാതിരിക്കാനും ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചാൽ മതി. നമ്മുടെ സ്കിന്നിനൊക്കെ എന്തൊരു മാറ്റമാണെന്നറിയോ, നമ്മുടെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക. അപ്പോൾ നമുക്ക് ആ മാറ്റം കാണുമ്പോഴത്തേക്ക് നമ്മളോട് നമ്മൾ ഭയങ്കര ഇഷ്ടമാവും.
ആ സെൽഫ് ലവ് കൂടും. അങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ആ തിരിച്ചറിവ് വരുമ്പോഴത്തേക്ക് കുറച്ച് ദിവസമൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിനെ നമ്മൾ പോട്ടെ ആ വഴിക്ക് എന്ന് പറയും. പക്ഷെ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് വേണ്ട, ലിമിറ്റ് താണ്ടുന്നു, സോ തിരിച്ചു വാ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അത് മാത്രമേ വർക്കാവുള്ളൂ. നമ്മളെ ആരും പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് അതൊന്നും ഒരിക്കലും നിലനിൽക്കില്ല. അത് സ്വയം നമുക്ക് തോന്നിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് വർക്കൗട്ട് അങ്ങനെയാണ്, ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നത്. ഈ നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ചെറിയ വാക്കാണ്, പക്ഷെ വലിയ അർത്ഥമുള്ളതാണ്. ഈ വലിയ അർത്ഥങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഉപദേശിക്കോ, അതേ ഈ ഉപദേശങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നതാണോ? ഇത് രണ്ടും ഇല്ല. ഇല്ല. ആരെങ്കിലും ഉപദേശിച്ചാലും ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും. അതിൽ നിന്ന് വേണ്ട സാധനങ്ങൾ ഞാൻ എടുക്കും. കഴിവത് ഉപദേശിക്കാൻ പോകാറില്ല. ഉപദേശിക്കാൻ വേണ്ടിയിട്ടൊന്നും വലിയ ആളല്ല. എനിക്ക് ഉപദേശിക്കാനുള്ള പ്രായമായിട്ടില്ല. ഉപദേശിക്കാൻ പ്രായം വേണ്ട. എന്തിനാ വെറുതെ, അല്ലാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ് ഉപദേശം. ഇനി ഞാനും കൂടെ എന്തിനാ അത് ചെയ്യുന്നത്? അപ്പൊ ഇൻസ്റ്റയിൽ ഉപദേശം തേടോ, വായിക്കോ, എങ്ങനെയാണ്? അതൊക്കെ ഉണ്ട്. അതിപ്പോ വേണ്ടല്ലോ. നമ്മള് എന്താണോ വിഷമിച്ചിരിക്കുന്നത്, നമുക്ക് എന്താണോ വേണ്ടത്, ആവശ്യമായിട്ടിരിക്കണം, അതെല്ലാം ഇങ്ങോട്ട് തരുമല്ലോ. കൊണ്ടുതരും ഗൂഗിൾ ദൈവം. എന്നാ കണ്ടോളൂ. ഈ ഇമോഷൻസിനെയൊക്കെ ഈ പറയുന്നത് പോലെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. ഒരു ആർട്ടിസ്റ്റിന് പ്രത്യേകിച്ചും ഇതൊക്കെ സാങ്കേതികമായി കൂടെ പഠിക്കേണ്ടതുണ്ട്. അപ്പം ആ ഗണത്തിലൊക്കെ വായിച്ച് വരുന്ന ഒരാളാണോ? പക്ഷെ അതേ സംവിധായകൻ്റെ മുമ്പ് പോയി നിൽക്കുമ്പോൾ നമുക്കിതൊക്കെ ഓക്കെ ആയിക്കോളും. പേഴ്സണൽ ലൈഫിൻ്റെ കാര്യമല്ല പറയുന്നത്. സംവിധായകൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമുക്കിതൊക്കെ ഓക്കെ ആയിക്കോളും, അത് അയാൾ എടുത്തോളും. ഓരോ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. ഓരോ സംവിധായകരുടെ അടുത്ത് ഓരോ സംവിധായകരുടെയും രീതി വേറെയാണ്. അപ്പോൾ ആ രീതിക്ക് അനുസരിച്ചേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. എല്ലാ സിനിമയും ഒരുപോലെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. എല്ലാ സംവിധായകരുടെ അടുത്തും നമ്മൾ ഒരുപോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഓരോ സംവിധായകരുടെ അടുത്ത് നമുക്ക് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അവരുടെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകൾ കാണുമ്പോഴും പലപ്പോഴും അവരുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ നമുക്ക് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മൾ പിന്നെ അവരോട് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു ധാരണയുണ്ടാവും. പിന്നെ അതങ്ങനെ അങ്ങ് ജെല്ലായി പോവുക എന്നുള്ളതാണ്. ഈ കൊതി തോന്നുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. ചിലതൊക്കെ കാണുമ്പോൾ എനിക്കിത് കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ പോലും ആഗ്രഹിക്കും. ഞാനൊരു അഭിനേതാവല്ല. അപ്പം നിങ്ങൾക്ക് എന്തായാലും അതുണ്ടാവും. ഇത് കാണുമ്പോഴത്തേക്ക് അസൂയ, കുശുമ്പ്. എന്തിനാ ഒരെണ്ണത്തില് രണ്ടെണ്ണത്തില്? ഇപ്പൊ ഞാൻ കൊതി തോന്നുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം പറയും? 1, 2 പറഞ്ഞാൽ മതി. എന്തിനാ 10 പറയുന്നത്? അത് 100-ലും തീരില്ല എന്ന് ഞാൻ വിചാരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തിനാണ് അത് കൗണ്ട് ചെയ്യുന്നത്? നമ്മൾ എന്തിനാ കൗണ്ട് ചെയ്ത് തീർക്കുന്നത്? അത് വരട്ടെ. മിസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു വിഷമമൊക്കെ തോന്നില്ലേ? എന്തിനാ വിഷമം? ഞാൻ പറഞ്ഞു അത് നമ്മൾ ഈ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് പറഞ്ഞതാണ്. ഇത്രയും ദിവസം ഈ ഇന്റർവ്യൂ നടക്കാതിരുന്നത് ഇപ്പോഴെന്തോ ചുമയാണ്, പനിയാണ്, നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാന്ന് പറഞ്ഞു. ഞാനെല്ലാം അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, കഴിഞ്ഞു പോയതൊന്നും അത് എനിക്കുള്ളതല്ല. അതിനേക്കാളും നല്ലത് എനിക്ക് വേണ്ടി അവിടെ കാത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി എഫേർട്ട് എടുത്താൽ മതി. ആരും കൊണ്ടുതരുത്തൊന്നുമില്ല കേട്ടോ. ഞാൻ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുമ്പോഴത്തേക്ക് എനിക്കുള്ളത് എന്നിലേക്ക് കറക്റ്റ് ആ റൂട്ടിലേക്ക് എനിക്കെത്തുമെന്നല്ല, ആ വഴിയിലേക്ക് ഞാൻ എത്തും. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി പിടിയിട്ടില്ലെങ്കിലും തൽക്കാലം ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് കഷ്ടപ്പെടുക. നമ്മൾ കിട്ടാത്തതിനെ ആലോചിച്ചിട്ട് നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനെക്കാട്ടിലും വലുത് അതിന്റെ പല രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരും. അതൊക്കെ അങ്ങനെ തുടരട്ടെ. അപ്പം ഞാൻ ചോദിച്ചത് ഈ വായനയുടെ കാര്യം പറയുമ്പോൾ ശരിക്കും ഈ വായനയേ ഉള്ളൂ, അതേ എക്സാക്ട് വായനയുണ്ടോ? എക്സാക്ട് വായനയുണ്ട്. ഈ വായന ഇടയ്ക്കിടയ്ക്ക് കുറച്ചു നേരം ഈ വെറുതെ ഇരിക്കുമല്ലോ. ചില ദിവസങ്ങൾ നമ്മൾ കംപ്ലീറ്റ് എനിക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ ഇഷ്ടമാണ്. ഇങ്ങനെ മടി പിടിച്ചിരിക്കുക. ആ മടി പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു ദിവസം രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും ഫോഗിയായി തുടങ്ങും. അപ്പം എനിക്ക് മനസ്സിലാവും ഇനി അപ്പൊ പിന്നെ കുറെ ദിവസത്തേക്ക് ആ പരിസരത്തോട്ട് പോവില്ല. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. വായിക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടരുന്നുണ്ടോ? എന്തെങ്കിലും ടോപ്പിക്? അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെ പറ്റിയിട്ട് എല്ലാം വായിക്കാറുണ്ട്. സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് വായിക്കാറുണ്ട്, ഫിക്ഷൻ വായിക്കാറുണ്ട്. അങ്ങനെയില്ല, വായന സ്കൂൾ കോളേജ് സമയം തൊട്ടേ ആ സമയത്തൊക്കെ നല്ല വായന ഉണ്ടായിരുന്നു. ഒത്തിരി നന്നായിട്ട് വായിക്കുമായിരുന്നു. പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. പിന്നെ ഇടയ്ക്കൊന്ന് ശരിക്കും ബ്രേക്കായി. ആ സമയത്തൊക്കെ പത്രവായന മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് വായിക്കും. പത്രം വായിക്കോ? പത്രം വായിക്കും. എനിക്ക് അത്ഭുതമാണ് കേട്ടോ. പത്രം വായിക്കാത്തത് വളരെ അപൂർവമായിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പത്രമായിട്ടും വായിക്കാറുണ്ട്. അതൊക്കെ അച്ഛൻ ശീലിപ്പിച്ച ശീലങ്ങളാണ്. പത്രമായിട്ടും വായിക്കാറുണ്ട്. അത് അല്ലാതെ ഈ പേപ്പറും വായിക്കാറുണ്ട്. അതെല്ലാം അത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതാണ് നിങ്ങൾക്ക് ഇത്ര ബുദ്ധി.
അത് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഈ ചില ആൻസേഴ്സൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് രസമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ചുമ്മാ പോയിട്ട് വർത്താനം പറയും. പറ്റിക്കുന്നതാണ്. അല്ല പറ്റിക്കണേന്നല്ല, അതെനിക്ക് മനസ്സിലായി. അത് വായിക്കുന്നുണ്ട്. വലിയ ബുദ്ധിജീവിയാണ്, പക്ഷെ ബുദ്ധിജീവിയാണെന്ന് അറിയപ്പെടാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ്. കണ്ണാടി ഇല്ലല്ലോ, ഏ കണ്ണാടി ഇല്ലല്ലോ. ഓ, ബുദ്ധിജീവികൾക്ക് കണ്ണാടി വേണം. തോൽസഞ്ചി കണ്ണാടിയൊക്കെ നിങ്ങൾ ടി വി ചന്ദ്രൻ സാറിന്റെ കാലഘട്ടത്തിൽ, ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ എല്ലാ ബുദ്ധിജീവികളും നല്ല രസമായിട്ടുള്ള ബുദ്ധിജീവി ഒന്നും ആവണ്ട, ഷേവൊക്കെ ചെയ്ത് ഭയങ്കര രസം. ബോധമുള്ള ഒരാളായാൽ മതി. ഇപ്പൊ സിനിമാക്കാരെ കണ്ടില്ലേ, ഇപ്പൊ ക്രിസ്റ്റോ ടോമിയൊക്കെ ഭയങ്കര രസമായിട്ട് യങ്ങായിട്ട് കണ്ടാലൊരു എഞ്ചിനീയർ ആണെന്ന് തോന്നും. അങ്ങനത്തെ ലുക്കില്. അങ്ങനെ എഞ്ചിനീയർക്ക് പ്രത്യേക ലുക്കൊന്നും ഇല്ല കേട്ടോ, അതുപോട്ടെ. ഈ പറഞ്ഞു വരേണ്ട കൂട്ടത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ബുള്ളറ്റ് റൈഡിങ്, അത്തരത്തിലുള്ള സാധനങ്ങൾ, ക്രൈസ്, അതേപോലെ ട്രക്കിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ ഈ പറയുന്ന ട്രക്കിങ് ഇഷ്ടം, കാട് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം എൻ്റെ യാത്രകൾ വളരെ കുറവായിരുന്നു. അതിൻ്റെ മുന്നേയൊക്കെ എപ്പോഴും യാത്രകൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും മിനിമം ഒരു വർഷത്തിലൊരു 3-4 യാത്രയെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷം അധികം യാത്രകൾ ഉണ്ടായില്ല. ഒരു മസ്കറ്റ് യാത്ര, ദുബായ് യാത്ര, അതൊന്നും നമ്മൾ യാത്രയായിട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മാത്രമാണ്. ദുബായൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, അതല്ലാത്ത യാത്രകളുണ്ട്. കാട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഭയങ്കര സന്തോഷം, സിനിമ പോലെ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നതാണ് കാട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. അത് നമ്മൾ ശരിക്കും ആ ഒരു റിയൽ ആയിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് പറയും, എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ആ കാട്ടിൽ പച്ചയായ ഞാനെന്ന് പറയില്ലേ, നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ എന്താ വിഷമം വരാത്തത് ആൾക്കാർ ചോദിക്കുമ്പോൾ എന്ന് പറയില്ലേ, ഇതെല്ലാം അതിൻ്റെ ബേസാണ്. ഞാൻ നാട്ടുമ്പുറത്ത് ജീവിക്കുന്നതും ഈ കാട്ടിലേക്കൊക്കെ കയറുമ്പോൾ നമ്മളായിട്ട് തന്നെയാണ് കയറുന്നത്. ആണ്, അതാണ് നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അത് തിരിച്ചറിവാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിന്നാണ് പൂർവികർ എന്നുള്ള തിരിച്ചറിവ് അവിടെ ഉണ്ടാകുന്നതാണ്. കാട്ടിൽ കയറുമ്പോൾ ശരിക്കും ലാൻഡ്സ്കേപ്സ് ആണോ? ഞാനിപ്പോൾ 2 രീതിയിൽ കാണാറുണ്ട്. ഈ കാട് എക്സ്പ്ലോർ ചെയ്യുന്ന 2 ടീമുണ്ട്. ഇപ്പോൾ കാലഘട്ടത്തിൽ ഫോട്ടോയും കൂടെ എടുക്കുന്നേ ഉള്ളൂ, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഒന്ന് ലാൻഡ്സ്കേപ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളെന്ന് ഉദ്ദേശിക്കുന്നത്. ഞാനൊക്കെ പോകുമ്പോൾ ചില ചെടികളൊക്കെ ഇങ്ങനെ കിളിർത്ത് വരുന്നതൊക്കെ കാണാനും അത് സർവൈവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഇനി എത്ര കാലം അതൊക്കെ നിലനിൽക്കുമെന്നൊക്കെ അറിയുന്ന ഒരു സർവൈവലിൻ്റെ ഒരു ഇതുണ്ട്. ഇതൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ ചത്തുപോകുമെന്നുള്ളൊരു പേടിയും കൂടെ ഉണ്ട്. അപ്പം ഏത് രീതിയിലാണ് കാടിനെ കാണുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്തൊക്കെയാണ് അവിടെ ചെന്ന് ഒബ്സർവ് ചെയ്യാം? ഇവിടെ നിന്ന് അത് കയറി കഴിഞ്ഞാൽ അത് ജീവിതമായിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ എന്താണെന്ന് അറിയോ, നമ്മളൊരു ട്രക്കിംഗ് പോകുന്നു, ഇപ്പോൾ ഒരു വലിയ മല, ഓക്കെ, നമ്മളിവിടെ നിന്നൊരു ഫോർ എക്സാമ്പിൾ ഒരു 25 കിലോമീറ്റേഴ്സ് എന്ന് വയ്ക്കാം. പലതരത്തിലുള്ള ടെറൈനാണ്, കയറി നമ്മൾ വെയിറ്റോടൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഒത്തിരി ദൂരം മലയുണ്ട്, അയ്യോ ഇനി ഇത്രയും ദൂരം പോകാനുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് തളരും. നമ്മൾ പോവും 1 കിലോമീറ്റർ 2 കിലോമീറ്റർ തളരും. അപ്പോഴത്തേക്ക് നമ്മൾ എന്താണെന്ന് അറിയോ, നമ്മൾ പിന്നോട്ട് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ നമ്മൾ കുറേ ദൂരം നമ്മൾ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ അടുത്താണല്ലോ കാണുന്നത്. അപ്പം നമ്മൾ ഇനി കുറച്ചുകൂടെ ഉള്ളൂ, ഇത്രയും ദൂരം പിന്നിട്ടൊന്നുമല്ല, ഇനി കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ. അപ്പം മുന്നോട്ട് പോകാനുള്ള ഇതുണ്ടല്ലോ, ഇനി കുറച്ചുകൂടെ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അവിടെ കാടിനെ അറിയാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ കണ്ണു തുറന്ന് കണ്ടാൽ മതി. അവിടെയും കഴിവതും അവിടേക്ക് കയറിക്കഴിഞ്ഞാൽ ഈ പരിപാടി ഭയങ്കര കുറവാണ്. അപ്പോൾ അവിടെ ശരിക്കും ചില കാഴ്ചകൾ നമ്മുടെ കൺകുളിർക്ക് കാണാനുള്ളതാണ്. ചില മൊമെന്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്ത് വെക്കാറില്ല, ഞാൻ ഫോട്ടോ എടുത്ത് വെക്കാറില്ല. അത് എൻ്റെ കണ്ണിൽ കണ്ടിട്ട് ഞാൻ അതങ്ങനെ വിടും. അത് ചിലപ്പോൾ അത് എനിക്ക് വേണ്ടി മാത്രമുള്ള കാഴ്ചകളായിരിക്കും ആ മൊമെൻ്റ് എന്ന് പറയുന്നത്. അത് പിന്നെ ക്യാപ്ചർ ചെയ്യുക, അത് വെക്കണ്ട. അത് നമ്മൾ ആലോചിച്ച് അത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. എവിടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല, മഴയത്തൊക്കെയാണ് നമ്മൾ ട്രക്കിംഗ് പോകണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്തിൽ കെട്ടി എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഉള്ള ഡ്രസ്സും നനഞ്ഞ് കുളിച്ചൊക്കെ ആയിരിക്കും കയറിപ്പോകുന്നത്. അവിടെ ഒന്നുമില്ല. അത് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷത്തിന് ഇത്രയൊക്കെ മതി. ഇങ്ങനെ പല തലത്തിലാണ് നമുക്കത്. അത് മുകളിൽ കയറി നിൽക്കുമ്പോൾ കണ്ണ് നിറയല്ല, ഇങ്ങനെ ഈ പഞ്ഞിക്കെട്ടുകളിലൊക്കെ നമ്മളിങ്ങനെ പറക്കൂലേ, അങ്ങനെ ഒരു ഫീലാണ്. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇത്രയും ഈ ദൂരമൊക്കെ ട്രാവൽ ചെയ്തിട്ട് ആ മലയുടെ മേളിൽ കയറിക്കുമ്പോൾ എന്താ കാണുന്നേ? ഞാൻ അവിടെ കാണുന്നത് എന്നുള്ളതല്ല, അവിടെ കാണുന്നതല്ല, ആ ഫീലാണ്. അതെല്ലാവർക്കും അത് കിട്ടില്ല. ചിലർക്ക് കടൽ കാണുമ്പോൾ കിട്ടും, ചിലർക്ക് ഇത് കാണാം.
അത് കാടിനോട് ഇഷ്ടമുള്ള കാട്ടിലെ യാത്രകളോട് ഇഷ്ടമുള്ള ഒരാളിന് മാത്രമേ ആ ഫീല് മനസ്സിലാവുള്ളൂ. ആനയെ ഇഷ്ടമുള്ളവരൊക്കെ മാത്രമേ ആനയുടെ ഫീല് മനസ്സിലാവുള്ളൂ എന്ന് പറയണ പോലെയാണ്. ഞാൻ അതിന്റെ മുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇത് കാണാൻ കഴിയാത്തവരെ കുറിച്ച് സങ്കടപ്പെട്ടു. മനസ്സിലായോ? അതായത് ഞാൻ കണ്ടു, പക്ഷെ എൻ്റെ കൂടെ കാണാൻ കഴിയാത്ത ആൾക്കാരുണ്ടല്ലോ, അവരെ കുറിച്ച് ആലോചിച്ച് എനിക്ക് സങ്കടം വന്നു. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അയ്യോ ഇത് അവർക്ക് കാണാൻ പറ്റില്ലല്ലോ, എന്തൊരു സങ്കടമാണല്ലേ. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്, ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടായിരിക്കും. എല്ലാവർക്കും അതിനനുസരിച്ചുള്ള സാഹചര്യം. ഇപ്പൊ ഒരു കാട്ടിലേക്ക് പോകണമെങ്കിൽ, ഇപ്പൊ ഒരു സ്ത്രീ ആണെങ്കിൽ ഒറ്റയ്ക്ക് നമുക്കൊരു ബാഗും തൂക്കിയിട്ടൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ല. നമുക്ക് അതിനനുസരിച്ച് നമ്മൾ സേഫായിട്ടിരിക്കണം. ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിട്ടുള്ള നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരാളെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഗൈഡ്. അങ്ങനെയുള്ള സ്ഥലത്തേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെയൊക്കെ ഒത്തിരി ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നു, അങ്ങനെ പോകാൻ പറ്റുന്നത് പോലും ഒരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പോൾ നമുക്ക് അല്ലാത്തൊരു സ്ഥലത്തേക്ക്, ഒരു സിറ്റിയിലേക്കൊക്കെ നമുക്ക് പോകാം, ഒരു ഹോട്ടൽ എടുക്കാം, താമസിക്കാം, നമുക്കൊരു ക്യാബ് എടുക്കാം, നമുക്ക് പോകാം. പക്ഷെ ഒരു കാട്ടിലേക്ക് പോകുന്നത് അത്ര ഈസി അല്ല. എനിക്ക് പലപ്പോഴും ഞാൻ വീണ്ടും യാത്ര ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് ആ സാഹചര്യം ഒരുമിച്ച് വരാറില്ല. എനിക്ക് ഒറ്റയ്ക്കൊരു ബാഗും തൂക്കിയിട്ട് ഒരു ദിവസം എനിക്ക് നടുങ്കാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അത് എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് വന്നാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പം യാത്രകള് ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെ മൊത്തം മാറ്റിയത് ശരിക്കും യാത്രകളാണ്. അത് പലതരത്തിലുള്ള, എനിക്ക് കാട് മാത്രമല്ല ഇഷ്ടം, ഞാൻ സിറ്റിയും അതുപോലെ ആസ്വദിക്കുന്ന ഒരാളാണ്. കടൽ അതുപോലെ ഇഷ്ടമാണ്. പലതരത്തിലുള്ള ലാൻഡ്സ്കേപ്പ്, പലതരത്തിലുള്ള ലാൻഡ്സ്കേപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ഫുഡിയാണെന്ന് പറഞ്ഞു. ഈ ചായ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ആസ്വാദനം. എനിക്ക് കാപ്പിയാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ചോദിക്കാൻ വരുന്നത്, നമ്മൾ പേഴ്സണലി ഇപ്പം ഞാൻ ചിലപ്പോൾ ഈ കുട്ടികൾക്കുള്ള സ്നാക്സ് ചിലപ്പോൾ രാത്രി എടുത്തിട്ട് കഴിക്കും. അപ്പോൾ എനിക്ക് കുറ്റബോധമുണ്ട്. രാവിലെ വന്നിട്ട് കൊച്ചൻ്റെ അടുത്ത് ചോദിക്കൂലേ, അച്ഛൻ എടുത്ത് കഴിച്ചു എന്ന് ചോദിക്കൂലേ. സങ്കടം ഉണ്ടെങ്കിൽ പോലും എനിക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ എല്ലാവരോടും കൂടുന്നതൊക്കെ പലതരത്തിൽ നമ്മൾ കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ആസ്വദിക്കാറുണ്ട്. ചായ ഒറ്റയ്ക്ക് വേണമെങ്കിലും ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് ഇന്നത് ചെയ്യാൻ പറ്റും. എനിക്ക് ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും ചെയ്യണ്ട, എനിക്കൊരു മൊബൈൽ വേണ്ട, ഒരു ചില നേരത്ത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് സിനിമ കാണാൻ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ ഞാനിരുന്ന് സിനിമ കാണുന്നത് വളരെ അപൂർവമാണ്. എനിക്ക് സിനിമ കാണാൻ ഇരിക്കണമെങ്കിൽ എനിക്ക് ആ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ എനിക്കതിനെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റണം. ചില നേരത്ത് നമ്മൾ വിലയിരുത്താനായിരിക്കും, ചില നേരത്ത് നമ്മൾ ആസ്വദിക്കാനായിരിക്കും. അങ്ങനെ ഇരുന്നാൽ മാത്രമേ എനിക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു സ്പേസാണ് അത്, എൻ്റേതായിട്ടുള്ളൊരു ടൈമാണ്. അതുപോലെ എനിക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യില്ല. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ല, എൻ്റെ കയ്യിൽ പിന്നെ ബുക്ക് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ചിന്തിക്കത്തുമില്ല, ഒന്നും ഇല്ലാതെ ചുമ്മാ ഇരിക്കാറുണ്ട്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങനെ ഇരിക്കാറുണ്ട്. അത് ബ്ലാങ്ക് ആയിട്ടിരിക്കാറുണ്ട്. ഒത്തിരി നേരം അങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കാറുണ്ട്. അതൊരു കാമായിട്ടിരിക്കാറുണ്ട്. അത് വലിയ ഇഷ്ടമാണ്. അത് വളരെ ഇഷ്ടമാണ്. ഇല്ല, എനിക്ക് ബോറടിക്കാറില്ല. എനിക്ക് എൻ്റെ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നോട് തന്നെ ഒന്നും സംസാരിക്കൊന്നും വേണ്ട. നമുക്ക് നമ്മൾ മാത്രമേ കൂട്ടുണ്ടാവുള്ളൂ എന്നും. അത് ആ ആളിനെ എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ മറ്റുള്ളവരെല്ലാവരും ഉണ്ടാവുള്ളൂ. ഇനി ആരും ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. അല്ല, അത് വിശ്വാസമുണ്ടോ? നിങ്ങളെ വിശ്വാസമുണ്ടോ കറക്റ്റ് കൂടെ നിൽക്കും എന്നുള്ള? എനിക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് എനിക്ക് ഒരു ദിവസം അടുത്ത ദിവസമായിട്ട് ജീവിക്കാൻ, അടുത്ത ദിവസം എനിക്ക് ജീവിക്കാൻ? അല്ല, എങ്കിലും നമുക്ക് കുറച്ച് ഈ ബുദ്ധിയൊക്കെ വേണമല്ലോ. അപ്പം ഈ പറയുന്ന ആളിനോട് കാര്യം ഞാൻ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഈ ലോകത്തിൽ എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റണം? എനിക്ക് ജന്മം തന്ന അമ്മയോ, അതിന് കാരണക്കാരനായ എൻ്റെ അച്ഛനെയോ, ഞാൻ ജന്മം കൊടുത്ത എൻ്റെ കുഞ്ഞിനെ, ഞാൻ എനിക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ വിശ്വസിക്കും? എങ്കിലും കറക്റ്റ് സമയത്ത് ഉപദേശമൊക്കെ തന്ന് എന്നില്ല ഞാൻ എന്നെ സംരക്ഷിക്കും അല്ലേ? ഒരു ഉപദേശവും ഇല്ല. നമ്മൾ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യണം. നമ്മൾ ലൈഫിൽ ഒത്തിരി മിസ്റ്റേക്സ് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നത്. ഓക്കെ, ഇതിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മൾ ഈ പിള്ളേർ തന്നെ നടന്നല്ലേ പഠിക്കുന്നത്. ഇതുപോലെ പണികൾ കിട്ടിയാണ് നമ്മൾ പഠിച്ച് ഓക്കെ, അതൊരു പാഠമായിട്ട് എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളതാണ്. അല്ല, സ്വയം സംസാരിക്കുമോ? അങ്ങനെ ഇന്ററാക്റ്റീവോ? ഇങ്ങനെ ഉറക്കെ സംസാരിക്കുമോ? ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് ഞാൻ ഉറച്ചും സംസാരിക്കാറുണ്ട്. ഞാൻ വണ്ടിയിൽ ഉറച്ചും സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ കുളിക്കുമ്പോഴത്തേക്ക് സംസാരിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ സിനിമയിലേക്ക് വരാം. ചില സ്ക്രിപ്റ്റുകൾ വായിക്കുമല്ലോ, ആ സ്ക്രിപ്റ്റുകൾ വായിച്ചിട്ട് ചില സീൻസ് മനസ്സിലങ്ങ് വല്ലാണ്ട് കുടുങ്ങിപ്പോവും.
ആ കുടുങ്ങി പോകുമ്പോഴത്തേക്കുണ്ടല്ലോ ആ സാധനം ഇങ്ങനെ തലയിൽ കിടക്കും. അതിങ്ങനെ കിടന്ന് ഊണ് ഉറക്കം ഉണ്ടാവില്ല. അതിങ്ങനെ കുളിക്കുമ്പോഴും ഒക്കെ അത് ഈ അഭിനയിച്ച് നോക്കുമെന്ന് പറയണത് ആ സമയത്തൊക്കെ ചിലപ്പോൾ ഞാനിങ്ങനെ എന്നെ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒക്കെ ആ ഇമോഷൻസ് ഒക്കെ അതൊക്കെ മാത്രമാണ് ഞാൻ എനിക്ക് പെട്ടെന്നാണ് അത് കണക്ട് ആയത്. അപ്പോഴൊക്കെ മാത്രമാണ്, അതായത് അത് നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ ആ സമയമൊക്കെ മാത്രമാണ് അങ്ങനെ അഭിനയിച്ച് നോക്കും. അതും അറിയാതെ സംഭവിച്ചു പോണതാണ്. അത് ക്യാരക്ടറിലേക്ക് ആ ഇമോഷനിലേക്ക് നമ്മൾ വരണോണ്ടാണ്. എങ്കിൽ ഈ ഉറക്കെ തന്നെ സംസാരിച്ചു പോകുന്നത് ഈ ഇമോഷൻസ് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് ചില സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഉറക്കെ പറയും കരയണം. അല്ല അത് കരയും, അതല്ല ഉറക്കെ പറയും ഇങ്ങനെ അത് ചെയ്തത് ശരിയായില്ല എന്ന്. 2 ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവും, അത് രണ്ടും ഞാനായിരിക്കും. അപ്പം അതങ്ങനെ ചെയ്ത് ശരിയായില്ല, അതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ? വട്ടാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാം, പക്ഷെ നമുക്കത് ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയുമ്പോഴല്ലേ നമുക്ക് വട്ടാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുള്ളൂ. ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ റൂമിൽ പലപ്പോഴും ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. വണ്ടിയിൽ മിക്കവാറും പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ നമ്മളൊരു എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നതോ നമ്മൾ മനസ്സിലാക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ അത് റീതിങ്ക് ചെയ്യുമ്പോൾ ഇല്ല അത് ശരിയല്ല എന്നുള്ളത്, അത് നമ്മൾ ആ ചുമ്മാ ആലോചിക്കുന്നതിനെക്കാട്ടിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും അതിങ്ങനെ അല്ലല്ലോ, ഇതിനെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നല്ലോ എന്നുള്ളത്. ക്രിട്ടിസൈസ് ചെയ്ത അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അതെനിക്കുള്ളതാ, അതുകൊണ്ട് ചോദിച്ചതാ. കാരണം നമ്മൾ അപ്പുറത്ത് നിന്നിട്ടേ ഇപ്പൊ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അല്ല ശരിക്കും ഐ ലവ് യു ആണോ നമ്മൾ ചോദിക്കില്ലേ, ശരിക്കും പറഞ്ഞതാണോ അതെ നമ്മൾ ആ സാഹചര്യത്തിൽ പറഞ്ഞതാണോ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കണം. അല്ല, ആ വിലയിരുത്തല് പലതരത്തിലാണ് ആൾക്കാർ ചെയ്യുന്നത്. ചിലർ ഉറച്ച് സംസാരിക്കുന്നു, ചിലര് അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളത് മനസ്സിൽ തന്നെ ചോദിക്കുന്നു, ആ ഉള്ളിൽ തന്നെ ചോദിക്കുന്നു. ചിലര് നമ്മളുടെ കണ്ണാടിയാണെന്ന് ഉള്ള നമ്മുടെ സുഹൃത്തിനോടോ നമ്മളുടെ പാരന്റ്സിനോടോ നമ്മൾ സംസാരിക്കുന്നു. ഇതെല്ലാം ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണല്ലോ. പക്ഷെ നമ്മളിപ്പോ നമ്മളുടെ കാര്യത്തിൽ നമ്മൾ തന്നെ ഉത്തരം കണ്ടുപിടിക്കണം. ശരിയാണ്. അപ്പൊ നമുക്കിവിടെ ഉത്തരം കണ്ടെത്താതെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഉത്തരം തേടിയിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം നമ്മൾ ഒരാളുടെ അടുത്ത്. ഇത് ശരിയാണോ, ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇതിങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത്, ഇങ്ങനെയല്ലേ എന്നുള്ളത് നമ്മളത് പോകുന്നു. ആദ്യം നമ്മളുടെ തന്നെ ഒരു കൃത്യമായിട്ടൊരു വിലയിരുത്തൽ വേണം. വന്നതിന് ശേഷമായിരിക്കും അടുത്ത ലെവലിലേക്ക് പോവാ. ഇത് കൊള്ളാം കേട്ടോ, ഇങ്ങനെ കുറച്ചു നേരം വർത്താനം പറഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പോഴാണ് ആക്റ്റീവായെന്ന് തോന്നുന്നു. ഇന്റർവ്യൂ തീർന്നപ്പോൾ ഈ മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ലെജൻസിന്റെ കൂടെ എല്ലാവരുടെയും അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തിലകൻ ചേട്ടൻ, സുകുമാരി അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. ഇല്ല, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അത് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയിൽ പക്ഷെ അദ്ദേഹത്തിന്റെ ഫോട്ടോയുടെ കൂടെ അവസാനം അത് ഏറ്റവും വലിയ ആഗ്രഹമാണ് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. വരും തീർച്ചയായിട്ടും വരും. കളങ്കാവിൽ വന്നപ്പോഴൊന്നും കോള് വന്നില്ലല്ലേ? ഇല്ല. പക്ഷെ അതില് ചില സാഹചര്യത്തിൽ കണ്ടപ്പോ എനിക്ക് തോന്നി കുറച്ച് സാധ്യതകളുള്ള. ഞാൻ അതിനേക്കാളും നല്ലത് എനിക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മമ്മൂക്കയുടെ കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ എന്നുള്ളത് അത് വലിയ ആഗ്രഹമാണ്. അപ്പോൾ അത്രയും നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമ്പോഴത്തേക്ക് അത് ഏതെങ്കിലും വഴി നമ്മളിലേക്ക് എത്തും എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇത്രയും നിഷ്കളങ്കമായിട്ട് ആഗ്രഹിച്ചല്ല, മമ്മൂക്ക ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം. മമ്മൂക്ക പ്ലീസ്, ഈ കുട്ടി അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, മമ്മൂക്കയുടെ കൂടെ അല്ല, എനിക്ക് 1-2 ഓപ്പർച്യൂണിറ്റി മമ്മൂക്കയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും അതിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി. 1-2 അല്ല, എനിക്ക് 4-5 സിനിമകൾ മമ്മൂക്കയുടെ വന്നിട്ടുണ്ട്. അതിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കാതെ പോയത് സാരമില്ല. അപ്പം ഞാൻ വിചാരിക്കും ഇല്ല, അതിനേക്കാളും നല്ലത് വരാനായിട്ടാണ്. പലപ്പോഴും എൻ്റെ ലൈഫിൽ നിന്ന് ഇങ്ങനെ പലതും മാറി പോയിട്ടില്ലേ, അതെല്ലാം അതിനേക്കാളും ബെസ്റ്റായിട്ട് വന്നിട്ടേ ഉള്ളൂ. എപ്പോഴും ബെസ്റ്റായിട്ട് വന്നിട്ടേ ഉള്ളൂ. ഞാനതിനെ എങ്ങനെ എടുക്കാറുള്ളൂ. അപ്പം അതുകൊണ്ട് രേഖാചിത്രം അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. അഭിനയിക്കാൻ പറ്റട്ടെ, മമ്മൂക്കയുടെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു റോള് ചെയ്യാൻ പറ്റട്ടെ. അല്ല, എനിക്ക് മമ്മൂക്കയുടെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു റോള് അഭിനയിക്കണം എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരു റോള് ചെയ്യണം എന്ന് സത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു, എനിക്ക് സ്ക്രീൻ സ്പേസ് അല്ല ഞാൻ പറയുന്നത്, പെർഫോമൻസിന് സാധ്യതയുള്ള ഒരു കഥാപാത്രം അദ്ദേഹത്തിനോട് അഭിനയിക്കണം വലിയ ആഗ്രഹം. കിട്ടട്ടെ. ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഡയറക്ഷന് താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായി. അതായത് കുറച്ചൊരു ഇത് റോളിംഗ് തന്നെയാ. അതായത് അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല. ചോദ്യം റിപ്പീറ്റ് ചെയ്യാൻ അല്ലല്ല, അങ്ങനെ പറ്റില്ല. അത് ചോദ്യം റിപ്പീറ്റ് ചെയ്യില്ല. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം.
കറക്റ്റ് ആയിട്ട് വന്നില്ലേ? ഒന്നുകൂടെ. ആ, അല്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ടില്ല, പ്രിയങ്കയ്ക്ക് വേണ്ടിട്ട്. ഇതേപോലെ ഞങ്ങൾ ഉപയോഗിക്കും. ഐ, വേണ്ട വേണം. വേണ്ട വേണം. വേണ്ട. ഇതേപോലെ ഇതിന്റെ പ്രമോ ഇങ്ങനെയാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ. സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിജീവിയാണെന്ന് മനസ്സിലായി. ഇത് ബുദ്ധിജീവി എന്നൊന്നും പറയല്ലേ. അല്ല, സിനിമയെ നന്നായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ സിനിമയുടെ ആ ഒരു ടോട്ടാലിറ്റിയും കൂടെ ചേർത്ത് നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ നന്നായിട്ട് സിനിമ നോക്കുന്നത്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ചെറിയ പ്രൊഡക്ഷൻ്റെ താല്പര്യമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ശരിക്കും പ്രൊഡ്യൂസർ ആവണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കും ഡയറക്ടർ ആവണമെന്നാണ് മനസ്സിലിരിപ്പ്. അല്ലേ? സത്യമല്ലേ? ചിലപ്പോൾ അത് നടക്കുമായിരിക്കും. പലപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തോ പ്ലാൻ ഉണ്ട് കേട്ടോ. അല്ല, പലപ്പോഴും എഴുത്ത് ഇങ്ങനെ നടക്കും, പലപ്പോഴും കംപ്ലീറ്റ് ആവും, പിന്നെ പലപ്പോഴും ഒരു ബ്രേക്ക് ആവും, അതിങ്ങനെ പോവും. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ടേ അങ്ങ് ഇറങ്ങും. അപ്പോൾ പക്ഷെ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അഭിനയം മാത്രമായതുകൊണ്ട്, കാരണം അതിലേക്ക് ഇപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിലേക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഏതെങ്കിലും ഒരു എപ്പോഴെങ്കിലും എനിക്കങ്ങനെ പൂർണ്ണമായിട്ടും എനിക്കിത് ചെയ്യണം എന്ന് തോന്നിയിട്ട് ആ ഒരു ഇങ്ങനെ പൊട്ടി വെളിയിൽ വരുന്നൊരു നിമിഷമല്ലേ, അപ്പോഴത്തേക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ ഇപ്പോൾ അഭിനയം മാത്രം ഫോക്കസ് ചെയ്യണം, കാര്യം കൂടുതൽ സിനിമകൾ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും. 2-3 പ്രാവശ്യം എടുത്തു പറഞ്ഞേ അതിനിടയിൽ നടക്കുമായിരിക്കും. ശരിക്കും നടക്കും. നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ നമ്മളൊന്നും പ്രിയങ്ക സംവിധായകയാവാൻ ഇങ്ങനൊന്നും പറയരുത്. അതൊക്കെ അതിന്റെ സമയത്ത് നടക്കും. ഏതായാലും അടുത്ത സിനിമകൾ പൊളിക്കട്ടെ. താങ്ക് യു. പ്രിയങ്ക പുതിയ സിനിമകൾ, പ്രൊഡക്ഷൻ അതിലേക്കൊക്കെ കടക്കട്ടെ. സ്വന്തമായിട്ട് സിനിമ നിർമ്മിച്ച് നമ്മളെയൊക്കെ ആസ്വദിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. എനിക്ക് അഭിനയിക്കാൻ കുറേ സിനിമകൾ കിട്ടട്ടെ. ഓക്കേടാ, സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ വളരെ നന്ദി. താങ്ക് യു.